ഞാൻ വളരെ ചെറുപ്പത്തിലെ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വിവാഹമൊക്കെ കഴിച്ച് പഠനവും പിന്നെ മക്കളെ വളർത്തലും പിന്നെ വിവാഹ ജീവിതവും കൂടെ നമ്മളുടെ ഇഷ്ടപ്പെട്ട വായനയും എഴുത്തും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ള ഒരു കാലത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഞാൻ ഇന്നലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണ്ടായി. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ, നിങ്ങൾക്കൊക്കെ അങ്ങനെ സുഹൃത്തുക്കളുണ്ടാവുമല്ലോ, എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലെ ഒരു പ്രോഗ്രാമായിരുന്നു അത്. അവൾ മുംബൈയിലെ ടിസ്സിൽ നിന്ന് PhD കഴിഞ്ഞിട്ട് വൈവൊക്കെ കഴിഞ്ഞ് ആൾക്ക് PhD അവാർഡ് ചെയ്തു. ഇപ്പോൾ ഡോക്ടറേറ്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആ കിട്ടിയതിന് ശേഷം അവളുടെ വീട്ടിലൊരു പരിപാടി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നൂറ ഇങ്ങനെ വീട്ടിൽ പരിപാടിയുണ്ട്, വരണം. അപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, നിങ്ങളുടെ പിന്നെ വീട്ടിലൊക്കെ ആളുകൾ ആരെങ്കിലുമൊക്കെ PhD ഒക്കെ കഴിഞ്ഞാൽ കൂടെ നല്ല ഭക്ഷണം ഉണ്ടാവും, ചിലപ്പോൾ നല്ല ബിരിയാണിയും അങ്ങനെ പാർട്ടി ഉണ്ടാവും. അപ്പോൾ ഒരു പാർട്ടിക്ക് സിംഗിളായിട്ട് ഞാൻ അവളുടെ അടുത്ത് പോയി. അപ്പോൾ രണ്ടാമതൊന്നും കൂടി അടിക്കാമെന്ന് കരുതിയിട്ട് അവളുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, വീട്ടിലാവുമ്പോൾ കുറച്ച് ഉഷാറായിട്ട് ഫുഡ് ഉണ്ടാവും എന്നൊക്കെ കരുതിയിട്ട് പോവാം. അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഫുഡ് മാത്രമല്ല ഉള്ളത്. ഞാൻ നോക്കുമ്പോൾ ഞാൻ ഒരുപാട് തവണ പോയിട്ടുള്ള വീടാണ്. അപ്പം അവളുടെ വീടിൻ്റെ മുറ്റത്ത് മുഴുവൻ പന്തൽ കെട്ടിയിട്ടുണ്ട്. നമ്മൾ കല്യാണത്തിനൊക്കെ പന്തലിടുന്ന പോലെ പന്തലും കെട്ടിയിട്ടുണ്ട്, നിറയെ കസേരകൾ ഇട്ടിട്ടുണ്ട്, പോരാത്തതിന് മൈക്കും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുടുംബക്കാർ, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ആയിട്ടുള്ള കുടുംബക്കാർ, അയൽവാസികളൊക്കെ ആയിട്ടുള്ള ആൾക്കാർ, ഈവൻ മഹല്ല് സെക്രട്ടറി, പിന്നെ നമ്മളെ പോലത്തെ കുറേ ഫ്രണ്ട്സ്, ഇവരൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ അവളുടെ വീട്ടിൻ്റെ ചെറിയൊരു വീടാണ്, ആ വീടിൻ്റെ ഉമ്മറത്ത് ആണ് മൈക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ വീട്ടിൽ ഒരു പരിപാടി നടക്കണം. എന്നിട്ട് അവളുടെ ഉപ്പയാണ് സ്വാഗത പ്രസംഗം. ഉപ്പ പറയാണ്, എൻ്റെ മോള് ഇങ്ങനെ 10 വർഷം ഭയങ്കര നല്ല ക്വാളിറ്റി ഉള്ള PhD പ്രബന്ധമാണ് കേട്ടോ. പലതരം PhD പ്രബന്ധങ്ങളുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരാൾ മെനക്കെട്ട് 10 വർഷത്തെ പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പം അവളുടെ ഉപ്പ പ്രസംഗിക്കുകയാണ്, എൻ്റെ മോള് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു PhD കാലത്താണ് ആൾക്ക് 2 കുട്ടികളും അതിനിടയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലി, അങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ കഴിഞ്ഞിട്ട് ആൾക്ക് PhD. അപ്പോൾ എൻ്റെ മോൾക്ക് ഒരു PhD കിട്ടിയിരിക്കുകയാണ്, അവളെ അനുമോദിക്കാനാണ് ഈ ചടങ്ങ്. അപ്പോൾ ആദ്യം ഫസ്റ്റിൽ നമുക്ക് എന്തുണ്ടാവും, എന്നിട്ട് ഓളങ്ങനെ പ്രശംസിച്ചപ്പോൾ എനിക്ക് ക്രിഞ്ച് അടിച്ചു. നമുക്കിങ്ങനെ അവളെ ഇരുത്തിയിട്ട് എൻ്റെ കുട്ടീനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാം. അപ്പോൾ ഇവള് എൻ്റെ ഫ്രണ്ട് വളരെ മിടുക്കിയായിട്ടുള്ള ഒരാളാണ്, നൂർജഹാൻ എന്നാ പേര്. അപ്പം അവൾ എന്തെങ്കിലും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് നല്ല ഉറച്ച് പറയാൻ കെൽപ്പുള്ളതാണ്. അപ്പോൾ അവൾ പ്രസംഗിക്കാൻ എണീറ്റിട്ട് അവൾ പറയണം, സാധാരണ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം, ഇനി കല്യാണം കഴിഞ്ഞിട്ട് പ്രസവിക്കാൻ കൊണ്ടുപോവൽ, പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് 40 മുടികളച്ചിൽ, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടാവും. അവളെന്നെ പ്രസംഗിക്കുകയാണ്. അവൾ പറയാണ്, അപ്പം അതിനേക്കാളൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് നല്ല ക്വാളിറ്റിയിലെ റിസൾട്ടാണ് മാപ്പിള മുസ്ലിം പെണ്ണിൻ്റെ മാരിറ്റൽ പ്രാക്ടീസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അവൾ ഇതിൻ്റെ ഒരു ജേർണിയിൽ ഞാൻ അങ്ങനെ കൂടുതലായതുകൊണ്ട് ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ അവൾ അങ്ങനെ ചെയ്തൊരു വർക്കാണ്. അപ്പോൾ അവൾ പറയും, ഈ ഒരു PhDക്ക് വേണ്ടിയിട്ട് ഞാനും എൻ്റെ കുടുംബവും പിന്നെ എൻ്റെ ഗൈഡൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേടിയ ഒരു അക്കാദമിക് അച്ചീവ്മെൻറ്റ്, ഇത്രയും വർഷങ്ങളെടുത്തിട്ട് ഞാൻ കഷ്ടപ്പെട്ട് നേടിയ ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലൊരു പന്തലിടണമെന്ന് എൻ്റെ നിർബന്ധമായിരുന്നു. അപ്പോൾ അവൾ പറയാണ്, ഈ പരിപാടി ഞാൻ തന്നെ ഉപ്പാനോട് പറഞ്ഞിട്ട് ഉണ്ടാക്കിയൊരു പരിപാടിയാണ്, പന്തലിട്ട് ആൾക്കാർക്ക് ഫുഡ് കൊടുക്കണം എന്ന് അവൾ തീരുമാനിച്ചതാണ്. അപ്പോൾ എനിക്കത് ആ പറച്ചിൽ അവിടെ പ്രത്യേകിച്ചും അവിടെ ഉണ്ടായിരുന്ന കുടുംബത്തിലെ തന്നെ പെൺകുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു അക്കാദമിക്സ് ഒരു ഫാമിലിക്ക് എത്ര പ്രധാനപ്പെട്ടതാകുന്നു എന്നതനുസരിച്ചിട്ടാണ് ആ ഒരു അക്കാദമിക്സിൽ മുന്നോട്ട് പോകുക. അപ്പോൾ നിങ്ങളൊക്കെ അക്കാദമിക്സിൽ ഒരുപാട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളായിരിക്കും. നന്നായിട്ട് പഠിച്ച് നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച് അങ്ങനത്തെ ഒരു താല്പര്യത്തിലാവണമല്ലോ നിങ്ങൾ ജയ്ത്തൂണിലേക്ക് വന്നിട്ടുണ്ടാവാം. അപ്പോൾ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച് അടുത്ത ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുമ്പോഴും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ തന്നെ പഠിച്ച് നല്ല വിദ്യാഭ്യാസം കിട്ടി നല്ല ജോലി കിട്ടുക എന്ന്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുക, ഇങ്ങനെയൊക്കെ ആഗ്രഹത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും വന്നിട്ടുണ്ടാവുക. അപ്പം അതിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുമ്പോൾ നമ്മളുടെ നാട്ടിൽ ഞാനിങ്ങനെ ചലഞ്ചസിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, അതിൻ്റെ ഒരു ഉദാഹരണങ്ങൾ ഇപ്പം എൻ്റെയൊക്കെ പ്രായത്തിലുള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവരും
അക്കാദമിക് ഫീൽഡിലുള്ള ആളുകളാണ് ഒരുപാട് പേര്. അപ്പോൾ എല്ലാവരുടെയും ദൈനംദിന ജീവിതം എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനുള്ള എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം രണ്ട് കാര്യമാണ്. ഒന്ന്, അക്കാദമിക് ഫീൽഡിലുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ കുടുംബം, സമൂഹം, രണ്ട് തരത്തിലുള്ള അക്കാദമിക് സൊസൈറ്റിയും അല്ലാത്ത പുറം സമൂഹവും, ഇങ്ങനെ ഒരു 4 ഘടകങ്ങൾ എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് എന്നനുസരിച്ചാണ് എനിക്ക് നമ്മളുടെ ഒരു ഗ്രോത്ത് ഉണ്ടാവുക. ഇപ്പം ഒരു പെൺകുട്ടിക്ക് പഠിക്കാനുള്ള ആഗ്രഹം, പഠിക്കാനുള്ള ബുദ്ധി, കഠിനാധ്വാനം, ഇത് മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ പറ്റില്ല. നമുക്കറിയാം, നല്ല കുടുംബത്തിന് നല്ല സപ്പോർട്ട് വേണം അല്ലേ. നിങ്ങളിപ്പോൾ നിങ്ങളെടുക്കുന്ന കോഴ്സുകൾ, ഇപ്പോൾ നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ളൊരു കോഴ്സ് എടുക്കുകയാണ്, അപ്പോൾ നിങ്ങളുടെ ഫാമിലി നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി ഫാമിലിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റി നിങ്ങളെ, ഈ ഫാമിലി ഈ എടുക്കുന്ന ഡിസിഷനെ സൊസൈറ്റി നല്ലോണം സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങൾക്ക് അറിയാലോ, അവൾ എന്ത് കോഴ്സാണ് എടുത്തത്, ഇങ്ങനത്തെ ഒരു കോഴ്സോ സോഷ്യൽ വർക്കോ എന്താണ്. പിന്നെ ഒരാൾ ജേർണലിസ്റ്റ് എടുക്കാൻ പോയി, അപ്പം ജേർണലിസ്റ്റ് എടുത്താൽ കല്യാണം കഴിക്കാൻ പറ്റില്ല, പിന്നെ ജേർണലിസ്റ്റ് എടുക്കുന്ന കുട്ടിക്ക് കല്യാണം കഴിക്കാൻ ചെക്കനെ കിട്ടൂല. അപ്പം അങ്ങനെ സൊസൈറ്റി നമ്മളെ സമ്മർദ്ദം ചെലുത്തുമ്പോൾ മാതാപിതാക്കളെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഉമ്മമാർക്കൊക്കെ വരണ ഇപ്പം ഒരു എക്സാമ്പിൾ, നിങ്ങൾ പുറത്തൊരു സ്ഥലത്ത് പോയിട്ട് താമസിച്ച് പഠിക്കുക എന്നൊക്കെ പറയുമ്പം ചിലപ്പോൾ ഫാമിലിയിൽ നിന്ന് 8ലൊക്കെ 9ലൊക്കെ പഠിക്കുന്ന കുട്ടികളെ എന്തിനാ താമസിപ്പിച്ച് പഠിപ്പിക്കാൻ പറഞ്ഞേക്കണേ, ഹോസ്റ്റലിലൊക്കെ എന്തിനാ പറഞ്ഞേക്കണേ, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം ഈ ക്വസ്റ്റ്യനുകളൊക്കെ നേടാൻ വേണ്ടി മാറിയിട്ട് ഒരു കുട്ടി പഠിക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സൊസൈറ്റി എപ്പോൾ വലുതാവണം, അപ്പം നമുക്കൊക്കെ സുഖമായിട്ട് നമ്മുടെ പഠിത്തം മുന്നോട്ട് പോകും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളൊക്കെ പഠിച്ച് ഇപ്പം നിങ്ങൾ ചെറിയ കുട്ടികളാണ്, ചെറിയ കുട്ടികൾ മീൻസ് ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പം ഡിഗ്രിയുള്ള കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു മാരിറ്റൽ ലൈഫിലേക്കൊക്കെ പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും മദർഹുഡ് വരും. ഇപ്പോൾ മദർഹുഡും അക്കാദമിക് ലൈഫും തമ്മിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ചസ് ഉണ്ടാവുക. എല്ലാ ആളുകൾക്കും ഉമ്മയാവാനുള്ള ആഗ്രഹം ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ്, അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു അനുഗ്രഹമൊക്കെയാണ്. അപ്പോൾ ഈ ഒരു അനുഗ്രഹവും പഠിക്കാനുള്ള നിങ്ങളുടെ മിടുക്ക് എന്നുള്ള അനുഗ്രഹങ്ങളും കൂടി ഒരു ക്ലാഷ് ഉണ്ടാകുന്നൊരു സന്ദർഭം നിങ്ങൾക്ക് എത്തും. അവിടെ നല്ല വീട്ടിൽ നല്ല സപ്പോർട്ടുള്ള പാർട്ട്ണറും നല്ല കുടുംബം ഉണ്ടെങ്കിലേ അവിടെ അപ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അത് ശരിക്കും നിങ്ങളോടല്ല പറയേണ്ടത്, നിങ്ങളുടെ ഫാമിലി ഉണ്ടെങ്കിൽ ഓരോടാണ് ശരിക്കും അത് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് അത്. വേറൊരു കാര്യം, നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് മദർഹുഡിനെ എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഫാറൂഖ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കോളേജിൽ ഒരു ക്രഷ് ഉണ്ട്. ക്രഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയൂലേ, ചെറിയ കുട്ടികളൊക്കെ നോക്കാനുള്ള. അപ്പോൾ ആ ക്രഷിൻ്റെ അകത്ത് കുട്ടികളെ കൊണ്ടാക്കുന്നത് ടീച്ചേഴ്സ് മാത്രമല്ല. ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ ഒരു പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളുണ്ടാവും, ഇപ്പം ഒരു ബ്രേക്ക് എടുത്ത് തിരിച്ചു വരുന്ന ആൾക്കാർ. അപ്പോൾ ആ കുട്ടികളും അവിടെ കൊണ്ടുവന്നാക്കും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് അക്കാദമിക് ഫീൽഡ് ഇത് മാത്രമല്ല കേട്ടോ, അങ്ങനെ കുട്ടികളെ കൊണ്ടുവന്നാക്കുന്നത് മാത്രമല്ല, മദർഹുഡൊക്കെയായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടി വരുന്ന സപ്പോർട്ടുകളൊക്കെ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തരുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോൾ സ്ത്രീകൾക്ക് എന്തായാലും മദർഹുഡ് ഉണ്ട്, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണല്ലോ. അപ്പോൾ ആ ഒരു സത്യത്തിനെ അംഗീകരിച്ചാലും അതിനനുസരിച്ച് നമ്മളുടെ നിയമങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ മാറിയാലും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണൊരു കാര്യം. അപ്പോൾ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ കുടുംബമൊക്കെ എങ്ങനെയാണോ ഒരു പെൺകുട്ടീനെ അക്കാദമിക് ഫീൽഡിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഒന്നിച്ചുള്ള ഒരു വളർച്ചയാണ് ഞാൻ എത്താൻ പോകുന്നൊരു പോയിൻ്റ്. അതാണ് ഒന്നിച്ചുള്ളൊരു വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കഴിയുള്ളൂ. പിന്നീട് നമ്മൾ പറയും, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ കോളേജ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഏറ്റവും മുൻപന്തിയിൽ ഏറ്റവും നല്ല റാങ്ക് കിട്ടുന്നത്, ഏറ്റവും നന്നായിട്ട് ഷൈൻ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ഫീൽഡിൽ പെൺകുട്ടികളാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി ഒക്കെ തെളിയിച്ചൊരു കാര്യം തന്നെയാണ്, പറയുന്നൊരു കാര്യം തന്നെയാണ് ഈ അക്കാദമിക് മികവും ജോലിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്. അത് നല്ലോണം ഉള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഈ വിഷയം ശരിക്കും ഒരു പൊതുജനത്തിനോട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പം പെൺകുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ അവർ പഠിച്ചെത്തിയിട്ടുള്ള പല മേഖലകളിൽ, ജോലി സംബന്ധമായ മേഖലകളിൽ നമ്മൾ എത്തുന്നുണ്ടോ എന്നുള്ള ഒരു വിഷയമുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്കും കൂടി നമ്മളുടെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്.
കാരണം പഠിക്കാനുള്ള ഒരു സന്ദർഭം കിട്ടുന്നുണ്ട്, പഠിപ്പിക്കാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത പൊസിഷനിലേക്ക് പോകുമ്പോൾ ഇനി ഇതിന് അപ്പുറത്ത് നമ്മുടെ നാട്ടിലുള്ള പല സോഷ്യൽ ഫീൽഡുകളിലേക്ക്, പൊളിറ്റിക്സിലേക്ക് ഒക്കെ കടന്നു പോകാൻ സാധിക്കുന്നുണ്ടോ? എങ്ങനെ കടന്നു പോകാൻ സാധിക്കുന്നുണ്ടോ എന്നാൽ ഓരോരുത്തർക്കും ഓരോ നമ്മൾ റിലീജിയനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആൾക്കാരല്ലേ. ഇപ്പോൾ വിശ്വാസപരമായിട്ടൊക്കെ നമ്മളെല്ലാവരും മുസ്ലിംസ് ആകുമ്പോൾ ആ ഒരു മതത്തിലൊക്കെ ഉറച്ചു നിന്ന് നമ്മളുടേതായിട്ടുള്ള ചില ആദർശങ്ങളുണ്ടാകും, നമ്മളുടെ ചില തീരുമാനങ്ങളുണ്ടാകും, നമ്മളുടെ ചില വഴികളും നമ്മളുടെ ചില നിലപാടുകളുണ്ടാകും. അതിലൊക്കെ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലെങ്കിൽ അത്രമാത്രമാണ് നമ്മളുടെ ഈ സമുദായം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, കുടുംബം എത്രമാത്രമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യണത്? ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളാണ്. എനിക്ക് തോന്നുന്നു ചർച്ച ഞാൻ ഒരു ആമുഖം എന്നുള്ള നിലയ്ക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഒരു അവസരം കിട്ടുമ്പോൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കണം. നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എത്രയോ അധികം ഈ ഒരു ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെ പഠിച്ച് പുറത്തേക്ക് പോകാനും കൂടുതൽ മുന്നോട്ടേക്ക് പഠിക്കാനും ഉള്ള അവസരങ്ങൾ നമുക്ക് ഒത്തിരി ഉണ്ട്. ഇപ്പോൾ മാം പറയുന്ന സമയത്ത് തന്നെ ചാലഞ്ചസിനെ എടുത്തു നോക്കുന്ന സമയത്ത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു, ഫാമിലി എന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെ അവസരങ്ങൾ മുമ്പിലുണ്ടായിട്ടും ഈ ചാലഞ്ചസ് ഇങ്ങനെ ഒറിജിൻ ചെയ്ത് വരാനുള്ള കാരണം എന്തായിട്ടായിരിക്കും സാറിൻ്റെ പേഴ്സ്പെക്റ്റീവിലുള്ളത്? ആ ഒറിജിൻ ചെയ്യുന്നിടത്ത് തന്നെ ഇതിനെ ഫീഡ് ചെയ്യുന്ന ആൾക്കാരാരാണ്? നമ്മൾ വുമൻ തന്നെയാണോ? അല്ല നമ്മളുടെ കൾച്ചറാണോ? അല്ല നമ്മളുടെ കമ്മ്യൂണിറ്റിയാണോ? എങ്ങനെയാണ്? അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഫർസാന, സ്നേഹസമ്പന്നയായ നൂറ ടീച്ചർ, സുഹൃത്തുക്കളെ, നമ്മളെല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യമാണ്, വിജയിച്ച ഒരാളുടെ കൂടെ, ഒരു സൊസൈറ്റിയുടെ കൂടെ ലീഡ് ചെയ്യാൻ ഒരു ലേഡി ഉണ്ടാവും എന്നുള്ളത്, അല്ലേ? നമ്മൾ ഭയങ്കര പൊങ്ങച്ചം പോലെ അല്ലെങ്കിൽ ഒരു അഭിനന്ദനം പോലെയൊക്കെ പറയുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ അത് ബോധപൂർവമാണോ ആ വാക്ക് പറയുന്നതെന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പം എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ മലയാളം അധ്യാപകനായിട്ട് ഞാൻ മാറാൻ തീർച്ചയായിട്ടും എൻ്റെ ഒരു സുഹൃത്ത് അതിന് കാരണക്കാരിയാണ്. അവരുടെ പേര് സ്മിത എന്നാണ്, എൻ്റെ കളിക്കൂട്ടുകാരിയാണ്. എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള, എൻ്റെ വീട്ടിൽ നിന്ന് ലൈറ്റ് ഇട്ടാൽ അതിൻ്റെ വെളിച്ചം അവളുടെ വീട്ടിലെത്തും. സ്മിതയുടെ അച്ഛൻ രാമേട്ടൻ എനിക്ക് അച്ഛനായിരുന്നു, പത്മാവതി എനിക്ക് അമ്മയായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ വിളിച്ചിരുന്നത്. പ്രിയ അവരുടെ ജ്യേഷ്ഠത്തിയാണ്. സ്മിതയുടെ വീട്ടിൽ പൂജാമുറിയിൽ വരെ ഞാൻ പല ദിവസങ്ങളിൽ ഇരുന്നിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ബാലരമ, ബാലമംഗളം ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വാങ്ങിയിട്ടാണ് ഞാൻ വായന തുടങ്ങുന്നത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുസ്തകങ്ങൾ കൈമാറും. ദാറുൽ ഹുദയിൽ അഡ്മിഷൻ കിട്ടി, 12-13 വയസ്സായി. അവിടെ പോയിട്ട് ഞാൻ ഇടയ്ക്ക് തിരിച്ചു വന്ന ഒരു ഘട്ടത്തിൽ സ്മിതയുടെ അടുത്ത് പോയിട്ട് പുതിയ പുസ്തകങ്ങൾ വല്ലതുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ പഴയ പോലെ ബാലരമയും ബാലമംഗളമൊന്നും വായിക്കാറില്ല, ഇപ്പം ഞാൻ വായിക്കാറുള്ളത് മനോരമയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു ഷോക്കായിരുന്നു. എടാ പൊട്ടാ, നീ വലുതായി എന്നാണ് സ്മിത ഞാനറിയാതെ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാനും എൻ്റെ വായനയുടെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്നു എൻ്റെ വിജയത്തിൽ സ്മിതയുടെ ഒരു പങ്കുണ്ടായിരുന്നുവെന്ന്. ഇപ്പോൾ ഫർസാന ചോദിക്കുന്നത് ഈ ചലഞ്ചസ് ഉണ്ടാക്കുന്നത് ആരാണെന്നുള്ളതാണ്. അത് നമ്മുടെ സൊസൈറ്റിയിൽ ഇൻബിൽഡ് ആയിട്ടുള്ളതാണ്. നൂറ ടീച്ചർ പറഞ്ഞ പോലെ എല്ലാവരും കൂട്ടമായിട്ട് ആലോചിച്ച് അതിലേക്ക് പരിഹരിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവുന്നത്. ഇപ്പോൾ 2003 MA പഠിക്കാൻ വേണ്ടി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ ആഗ്രയിൽ ചെന്ന് വണ്ടി ഇറങ്ങുകയാണ്. ഞങ്ങളുടെ തീവണ്ടിയിൽ മാത്രം 80ഓളം മലയാളികളുണ്ടായിരുന്നു. ആ വർഷം മാത്രം AMUവിൽ 120ഓളം മലയാളികൾ വിവിധ കോഴ്സുകളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നു. അതൊരു വലിയ നമ്പറായിരുന്നു ആ കാലത്ത്. 1992 ഉത്തർപ്രദേശിലെ ഫൈസാബാദിലെ അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം അങ്ങോട്ടുള്ള പോക്ക് വലിയ രീതിയിൽ കുറഞ്ഞിരുന്നു AMUവിലേക്ക്. അതിനുശേഷം ഉണ്ടാകുന്നൊരു ബൂമായിരുന്നു ഈ 120 എന്ന അക്കം. ഞാൻ ഓർക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്
3 or 4 പെൺകുട്ടികൾ മാത്രമായിരുന്നു. കെമിസ്ട്രിയും മറ്റ് സയൻസ് വിഷയങ്ങളും പഠിക്കാൻ വേണ്ടി വന്ന 3 കുട്ടികൾ മാത്രം. പിന്നെ അതിൻ്റെ എണ്ണം വർദ്ധിച്ചു വന്നു, അതിൻ്റെ വേഗം കൂടി. 10 വർഷം കഴിഞ്ഞ് ഞാനൊരു അധ്യാപകനായിട്ട് PSMO കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് 80% പെൺകുട്ടികളും 20% ആൺകുട്ടികളുമാണ്. ഇത് ഒരു എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. ഹസൻ സുറൂർ എന്ന് പറഞ്ഞ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ജേർണലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ഒരു 8-10 കൊല്ലം മുമ്പ് ഇറങ്ങിയതാണ്. ഇന്ത്യാസ് മുസ്ലിം സ്പ്രിംഗ്, വൈ ഈസ് നോബഡി ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ഇന്ത്യയിലെ മുസ്ലിം വസന്തം, ആരും എന്താണ് അതിനെക്കുറിച്ച് സംസാരിക്കാത്തതെന്നാണ്. ധാരാളം അനുഭവങ്ങളുള്ള ഒരു ജേർണലിസ്റ്റാണ് സുറൂർ, ഹസൻ സുറൂർ. അദ്ദേഹം പലയിടത്തും വർക്ക് ചെയ്തിട്ടുണ്ട്, ലണ്ടനിൽ UK വർക്ക് ചെയ്തിട്ടുണ്ട്, പലയിടത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ പുതിയ ഒരു ചെറുപ്പക്കാരികളുടെ ഒരു അപ്കമിങ് ഒരു സ്പ്രിംഗ് സംഭവിക്കുന്നുണ്ട്. പഠനരംഗത്ത്, ജോലി രംഗത്ത് അവർ 100% റിലീജിയസാണ്. റിലീജിയസിറ്റിയിൽ അവർക്ക് കോംപ്രമൈസ് ഇല്ല. പക്ഷെ അതേസമയം അവർ സെക്കുലറാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അവർ തൊഴിലെടുക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ അത് കേട്ട് പള്ളിയിൽ പോകുന്നു. അപ്പം ഇങ്ങനെ ഒരു അപ്കമിങ് വരുന്നുണ്ട്. ആരും എന്താണ് അതിനെക്കുറിച്ച് സംസാരിക്കാത്തതാണ്. അതിൻ്റെ ഉത്തരമാണ് നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന സൈത്തൂൻ പോലുള്ള ക്യാമ്പസുകൾ. ഞാൻ കയറി വരുമ്പോൾ നിങ്ങളുടെ വാളിൽ കണ്ട ഒരു കുറിമാൻ എങ്ങനെയായിരുന്നു, ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത്. നിങ്ങളെ ഇവിടെ പഠിച്ച ഇപ്പോൾ ഫർസാൻ അടക്കമുള്ള ചെറുപ്പക്കാരികൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള ക്യാമ്പസുകളിൽ അവരുടെ തുടർപഠനം അവർ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സൊസൈറ്റിയിൽ വന്നൊരു മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു ക്രയശേഷി, സാമ്പത്തിക ശേഷി കൂടി എന്നുള്ളതാണ്. അതിന് കാരണം ആരാണ്? തീർച്ചയായിട്ടും നമ്മുടെ പിതാക്കൾ കൂടിയാണ്. ആരെ കൂടി പറയണം അല്ലേ? 1970-കളിൽ ആരംഭിച്ച ഗൾഫിലേക്കുള്ള മലബാറിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റമുണ്ട്. അതുണ്ടാക്കിയ മാറ്റം അത് അതിനിർണായകമാണ്. അതിൻ്റെ തോത് നമ്മൾ ഇപ്പോഴും അളന്നു കഴിഞ്ഞിട്ടില്ല. നമ്മുടെ സിനിമകളിലൊക്കെ ഒരുപക്ഷെ ഗൾഫുകാർ വിഡ്ഢികളോ പൊങ്ങച്ചക്കാരോ ഒക്കെ ആയിട്ട് ചിത്രീകരിക്കപ്പെടുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ അവരുണ്ടാക്കിയ മാറ്റം അതിനിർണായകമാണ്. നമ്മളതറിയാൻ പോകുന്നേ ഉള്ളൂ. ഈ 70-കളിലെ കുടിയേറ്റത്തിന് മുമ്പ് തന്നെ 50-കളിലും 40-കളിലും 60-കളിലൊക്കെ ആയിട്ട് ഇന്ത്യയിലെ പല നഗരങ്ങളിലേക്കും നമ്മുടെ ഫാദേഴ്സ് ജോലി അന്വേഷിച്ച് പോയിട്ടുണ്ട്. അത്തരത്തിൽ എൻ്റെ പിതാവ് 9-ാമത്തെ വയസ്സിൽ 4-ാം ക്ലാസ്സിൽ നിന്ന് പഠനം നിർത്തിയിട്ട് തമിഴ്നാട്ടിലെ തൃശ്ശാപ്പള്ളിയിലേക്കും തുടർന്ന് മധ്യപ്രദേശിലെ ജബൽപൂരിലേക്കൊക്കെ ജോലി തേടിപ്പോയതാണ്. അപ്പോൾ അവരുണ്ടാക്കിയ പണമാണ്, അവർ കൊണ്ട വെയിലാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നതെന്ന് കൂടി നമ്മൾ അറിയണം. അപ്പോൾ അത്തരത്തിലുള്ള പല മാറ്റങ്ങൾ കൂടിയാണ് ഇന്ന് കാണുന്ന ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയത്. അതിന് ബോധപൂർവം നമ്മളൊക്കെ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. മാറ്റങ്ങളുടെ മുൻനിരയിലേക്ക് നമ്മൾ വരണം. സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. വെല്ലുവിളികളുടെ ഒരു കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്, പതുക്കെ ആണെങ്കിലും തീർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് തുടർന്ന് പറയാം. മാം പറയുന്ന സമയത്ത് ഫ്രണ്ടിൻ്റെ ഒരു കഥ പറഞ്ഞല്ലോ, അതിലെനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയത് ഫ്രണ്ട് എടുത്തൊരു സ്റ്റാൻഡാണ്. അവിടെ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തതിൽ എനിക്ക് എന്താക്കാൻ കഴിഞ്ഞു, അത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം അവിടെ സൂചിപ്പിച്ചു. ഇതന്നെ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പാരൻസിനെ കൺവിൻസ് ചെയ്യുന്ന സമയത്തായാലും, ഇനിയിപ്പോൾ സൊസൈറ്റിയിൽ നമ്മളത് തെളിയിച്ച് കാണിച്ചു കൊടുക്കാനുള്ള ഒരു സമയത്തായാലും, ഫസ്റ്റ് വരുന്നത് ടാസ്ക് പഠിക്കാൻ പോകുന്ന കുട്ടിക്കാണ്. അത് ഏതൊരു പെൺകുട്ടീനെ എടുത്ത് നോക്കുന്ന സമയത്തും അങ്ങനെയായിരിക്കും. അപ്പോൾ ഇവിടെ മുമ്പോട്ടേക്ക് സ്റ്റെപ്പ് എടുക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന നമ്മളുടെ കുഞ്ഞനിയത്തികളുടെ അടുത്ത് നിങ്ങൾക്ക് ആ ഒരു ടേക്കിംഗ് എ സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഷരീഫ് സാർ പറഞ്ഞതിന് തുടർച്ചയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു മാറ്റം നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് സാറ് പറഞ്ഞത്. അതായത് വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ പെൺകുട്ടികളുടെ, മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, സമൂഹത്തിലെ പല മേഖലകളിൽ നമ്മൾ എത്തിപ്പെടുന്ന കാര്യത്തിലൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മാറ്റം ഇനിയും മുന്നോട്ട് നമ്മൾ ഒരുപാട് പോകാനുണ്ട് എന്നുള്ളതാണ്.
അങ്ങനെ ഒരുപാട് നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ട് എങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രൈമറി ആയിട്ടുള്ളതും എൻ്റെ മുമ്പിലുള്ള വളർന്നു വരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളും നിങ്ങൾ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് എത്രമാത്രം കരുത്തുണ്ട് എന്നുള്ളതുമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾക്ക് അക്കാദമിക് ഫീൽഡിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളുടെ വിശ്വാസങ്ങളെയോ നമ്മളുടെ ജീവിതശൈലികളെയോ നമ്മുടെ സംസ്കൃതിയെയോ ഒന്നും കളയാതെ നമുക്ക് മുന്നോട്ട് പോകാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അത് പിന്നെ നിങ്ങൾ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ നമുക്ക് പഠിക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് പെൺകുട്ടികളുടെ കമ്മ്യൂണിറ്റികൾ ഉണ്ടാകും, മുസ്ലിം പെൺകുട്ടികളുടെ, മലയാളികളായിട്ടുള്ള പെൺകുട്ടികളുടെയൊക്കെ കമ്മ്യൂണിറ്റികൾ ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ വഴികളൊക്കെ തീരുമാനിക്കാനുള്ള ഒരു 2 തരത്തിലാണ്. ഇപ്പം ഞാനിന്ന് ഇന്ന കോഴ്സിന് ചേരുകയാണ് എന്ന് പറയുകയും നമ്മളുടെ വീട്ടിലത് ആ കോഴ്സിൻ്റെ സാധ്യതകളൊക്കെ പറ്റിയിട്ട് നമ്മളുടെ വീട്ടിൽ പറയുകയും ബോധ്യപ്പെടുത്തുകയും അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. നമ്മളുടെ മുന്നിൽ വിദ്യാഭ്യാസമാണ് നമ്മളുടെ ലക്ഷ്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഇങ്ങനെ ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാകും. നമ്മുടെ ലക്ഷ്യബോധത്തിന് തകർക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതിപ്പോൾ നാട്ടിൽ നിൽക്കുകയാണെങ്കിലും ഉണ്ടാകും. ഇപ്പോൾ വീട്ടിൽ കൺമുറ്റത്ത് നമ്മൾ നിന്നിട്ട് പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് കുഴപ്പം. ഇനി അതല്ല പിന്നെ നമ്മൾ പാരൻസിൻ്റെ കൂടെ അല്ല എന്നുണ്ടെങ്കിലും നമുക്ക് കുഴപ്പം. ഇനി നമ്മൾ ഈ 2 സ്ഥലത്ത് നിന്നാലും നമുക്ക് നന്നായിട്ട് പഠിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ ഒന്നിച്ചും കൂട്ടായിട്ടും പിന്നെ അതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കാൻ വേണം. അതിലാദ്യം വേണ്ടത് എന്തുകൊണ്ട് ഞാനിത് ചെയ്യണം. നമ്മളൊക്കെ ഇത് ചെയ്യേണ്ടത് നമുക്ക് വ്യക്തിപരമായിട്ട് മാത്രമല്ല, ഒരു സമൂഹം എന്നുള്ള നിലക്കും നമുക്ക് വലുതാവണം എന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ മുമ്പിലുള്ള ഓരോ പെൺകുട്ടികളും നന്നായിട്ട് പഠിക്കാനും അക്കാദമിക് മേഖലയിൽ മാത്രമല്ല പല സോഷ്യൽ മേഖലകളിലേക്കും ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾ വന്നുടന്ന് സംസാരിച്ചപ്പോൾ നിങ്ങളുടെ സാറ് തന്നെ പറഞ്ഞു, നമ്മളിവിടെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ആ പ്രോഗ്രാമിൽ സംസാരിക്കാൻ ഏത് ലേഡിയാണ് വിളിക്കുക, ഒരു പെണ്ണിനെ സംസാരിക്കാൻ വിളിക്കുമ്പോൾ സംസാരിക്കാൻ കഴിവുള്ളൊരു പെൺകുട്ടികളെ എന്താണ്. അപ്പോൾ നിങ്ങൾ ഈ ജയ്ത്തൂനിലെ പെൺകുട്ടികൾ നിങ്ങളുടെ ഇവിടുത്തെ പഠിത്തം കഴിഞ്ഞു പോകുമ്പോഴേക്കും പല മേഖലകളിൽ ഇപ്പോൾ ആർട്ടിൻ്റെയും ആർട്ട്, പിന്നെ കൾച്ചർ, സൊസൈറ്റി, സ്ത്രീ, മതം, രാഷ്ട്രീയം, എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ സയൻസ് ഏത് മേഖലയിലാണ് ആ മേഖലയിൽ 2 വാക്ക് സംസാരിക്കാൻ ഒരാളെ വേണോ. ജയ്ത്തൂനിൽ വിളിച്ചിട്ട് പിന്നെ ചോദിക്കണം നമുക്ക് ഇന്ന വിഷയത്തിൽ പറ്റിയ ഒരാൾ ആരാണ് എന്ന് ചോദിച്ചാൽ പറയുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ മാറുക തന്നെ വേണം. അത് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ശ്രമിക്കുക തന്നെ വേണം. ഞാൻ എൻ്റെ കൊളീഗ്സിനോടൊക്കെ പറയാറുണ്ട്, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു തലപ്പത്ത് ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ അവരവിടെ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു പുരുഷൻ ആളുടെ പഠനകാലത്തിൽ കടന്നു വന്ന അതിനേക്കാൾ ഇരട്ടിയോ 2 ഇരട്ടിയോ എഫേർട്ട് എടുത്താൽ മാത്രമേ എത്താൻ സാധിക്കുള്ളൂ. കാരണം നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ പാകമാകുന്നുള്ളൂ. നമ്മൾ മെച്ചപ്പെടുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു വേഗത കുറവാണ്. ഞാൻ മുമ്പ് ഹലിമാബിയെ പറ്റിയിട്ട് റിസർച്ച് ചെയ്തപ്പം എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു കാര്യമാണ്. കാരണം 1948 സ്ത്രീകളുടെ കൂട്ടായ്മയും രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും വലിയൊരു മാറ്റമൊന്നും നമുക്ക് ഈ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലല്ല, ഇത്ര പൊളിറ്റിക്സ് പോലത്തെ മേഖലകളിലൊക്കെ നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം, നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് എന്ത് വേണം, പല മേഖലയിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾക്ക് നല്ല ധാരണ വേണം, നന്നായിട്ട് പഠിക്കണം, എന്നിട്ട് നല്ല നിലപാടുകൾ വേണം ജീവിതത്തിനെ പറ്റിയിട്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് പെരുമാറുക, പിന്നെ എൻ്റെ ഓരോ സൊസൈറ്റിയിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഇതിൽ എൻ്റെ നിലപാട് ഇന്നതാണ്. എൻ്റെ നിലപാട് ഇങ്ങനെ വെറുതെ ഉണ്ടായ നിലപാടല്ല, അതിന് ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇന്ന തെളിവുകൾ കൊണ്ട് ഇന്ന വിഷയങ്ങൾ കൊണ്ട് എൻ്റെ നിലപാട് ഇതാണ്. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി, ഈ സംഭവത്തിൽ എൻ്റെ നിലപാട് ഇന്നതാണ് എന്നുണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നല്ല ധാരണ വേണം. എനിക്ക് തോന്നുന്നു അത്തരം ധാരണകളൊക്കെ കിട്ടി അത്തരം ഡിസ്കഷനിലൂടെ ഒക്കെ വളർന്നു വരുന്ന ആൾക്കാരാണെന്ന് ഞാൻ വളരെ പ്രതീക്ഷയോടെ നോക്കി കാണുകയാണ്. അങ്ങനെ ആവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകും. അങ്ങനെയൊക്കെ നിങ്ങൾ വളരുമ്പോൾ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ല, ഈ ഒരു സമൂഹം സ്ത്രീകളുടെയും കൂടിയാണ്.
ഇവിടുത്തെ സൊസൈറ്റി സ്ത്രീകളുടെയും കൂടിയാണ്. നന്നായിട്ട് നമ്മളുടെ കുടുംബങ്ങളെ ഓൺ ചെയ്തിരുന്ന, നന്നായിട്ട് കുടുംബം നോക്കിയിരുന്ന, നല്ല തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരുപാട് വല്യമ്മമാരുണ്ടായിരുന്ന ഒരു നാടാണത്. അപ്പം കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം നമ്മളിലും ഉണ്ടാവണം. അപ്പം അതിന് യാതൊരു തടസ്സവും ശരിക്കും നിങ്ങളുടെ മുമ്പിലില്ല, ഉണ്ടാവേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾക്ക് നല്ല വിൽ പവർ ഉണ്ടെങ്കിൽ നിങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ യാതൊരു തടസ്സങ്ങളുമില്ല. നിങ്ങൾ ഇവിടെ പോയാലും നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് മറ്റ് പലർക്കും ആഗ്രഹം അങ്ങനെ ആയിരിക്കും, മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. വലിയ യൂണിവേഴ്സിറ്റികളിൽ പോകണം, കേംബ്രിഡ്ജിൽ പോകണം, അങ്ങനെ ഓക്സ്ഫോർഡ് വലിയ യൂണിവേഴ്സിറ്റികളിൽ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്താവുന്ന ഘടകങ്ങളൊന്നും തന്നെ ഇല്ല. നിങ്ങളിവിടെ ഇരിക്കുന്നത് തന്നെ നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളുടെ പഠനത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. അപ്പോൾ സ്വയം തടസ്സങ്ങളില്ലാത്തൊരു വഴി കൂടെ പോകാൻ കൂടെയുള്ള ആൾക്കാരെ കൂടെ കൂട്ടിയിട്ട് കൊണ്ടുപോകും കൂടി വേണം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു സൗഹൃദം, നല്ല കൂട്ടുകെട്ട്, ഇതൊക്കെ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് കഴിയും, വലിയൊരു ഭാവിയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അതിന് വേണ്ടത് മനസ്സിലുള്ള പ്രതീക്ഷയും ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യാതൊന്നും ബലി കഴിക്കേണ്ടതില്ല. ഇപ്പോൾ റിലീജിയസ് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അങ്ങനെ ചില ടെൻഷനുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ടെൻഷനും ഉണ്ടാവാണ്ട് ഫാമിലികൾക്കും അങ്ങനത്തെ ടെൻഷൻ്റെയും കാര്യമില്ല. അങ്ങനെ ഒന്നുമില്ലാതെ നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ വരും. അങ്ങനെ വരുമ്പോഴേ നിങ്ങളുടെ ശബ്ദം ഈ ലോകത്ത് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലെ ഫിഖ് കൺവേർഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് പോസ്റ്റ് വേദിക് പീരീഡ് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിലെ ഒരു ഹിസ്റ്ററി എടുക്കുമ്പോൾ ഏകദേശം 90% മുസ്ലിംസ് വന്നിട്ടുണ്ടാകുക ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കൾച്ചറിൽ, അതിപ്പോൾ അക്കാഡമിക് പെർസ്പെക്റ്റീവ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ ഈ ഒരു പോസ്റ്റ് വേദിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ടോ? മനുഷ്യൻ തീർച്ചയായിട്ടും അവൻ്റെ ഭൂതകാലത്തിൻ്റെ ഒരു ഭാരം പേറിക്കൊണ്ടാണ് ജീവിക്കുന്നത്, അല്ലേ? ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഏതൊക്കെ സ്ഥലത്ത് അത് വന്നു ചേർന്നുവോ അവിടെയൊക്കെ ആ സ്ഥലത്തിന് അനുഗുണമായ ഒരു കമ്മ്യൂണിറ്റിയെ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ്, അല്ലേ? ഇപ്പോൾ മാപ്പിള മുസ്ലിങ്ങൾ മുണ്ടെടുത്തിരുന്നു, പച്ച ബെൽറ്റ് ഉണ്ടായിരുന്നു, അല്ലേ, പഴയ കാലത്ത്. ഇപ്പം ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇപ്പം നമ്മൾ അതിലൊക്കെ കലർപ്പുകൾ വരുന്നുണ്ട്. മീൻസ് നമ്മൾ കൂടുതൽ പുറത്തേക്ക് യാത്ര പോകാനും കൂടുതൽ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ നമ്മുടെ പുതുതായിട്ടുള്ള കൾച്ചറുകൾ, രീതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള വിശ്വാസി സമൂഹമാണ്. ഇപ്പോൾ ആശാൻ അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥ എന്ന കവിതയിലൊക്കെ പറയുന്നുണ്ട്, ഇവിടുത്തെ മാപ്പിളമാരുടെ കൂട്ടത്തിൽ കൂടുതൽ ആളുകൾ കപ്പലേറി വന്നവരില്ല. ഇവിടുത്തെ തന്നെ പലതരത്തിലുള്ള മതവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദു മതവിഭാഗങ്ങൾ മതം മാറി വന്നവരാണെന്ന്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ, കൺവേർഷനെക്കുറിച്ചുള്ള പഠനങ്ങൾ വന്നിട്ടുമുണ്ട്, അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 19-18 നൂറ്റാണ്ടുകളിൽ വളരെ കൂടുതലായിട്ട്, പ്രത്യേകിച്ച് മലബാറിൽ ഇസ്ലാമിലേക്കുള്ള കൺവേർഷന് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതിന് ജാതീയമായിട്ടുള്ള കാരണങ്ങൾ ഒക്കെ ഉണ്ടെന്നാണ് ആശാൻ തന്നെ അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥയിൽ പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സമൂഹം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഇന്തോനേഷ്യയിലോ മലേഷ്യയിലോ പോയാൽ, അല്ലെങ്കിൽ യമനിൽ പോയാൽ ഒന്നും കാണുന്ന ഒരു കമ്മ്യൂണിറ്റിയല്ല ഇവിടെയുള്ളത്. ഇവിടുത്തെ തദ്ദേശീയമായ, ഭാഷാപരമായ, ദേശീയ എത്നിക്കായിട്ടുള്ള സ്വഭാവങ്ങൾ പേർന്നവരാണ് നമ്മൾ. ആ നിലക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, ഇടപാടുകളിൽ ഇവിടുത്തെ സ്വാധീനങ്ങളുണ്ട്. അത് ഉണ്ടാവണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫർസാന ചോദിച്ചത് എന്തായിരുന്നു? ആ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഉണ്ട്. അത് ഉണ്ടാകണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ വേറൊരു സൂപ്പർ നാച്ചുറലൊക്കെ ആയിട്ടുള്ള സൊസൈറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഈ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഈ സൊസൈറ്റിയുടെ എല്ലാ രീതികൾ, അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ ഭാഷ, ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. ഇതിന് നല്ലൊരു ഉദാഹരണം അറബി മലയാളമാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾ ചെന്നിടത്തൊക്കെ തമിഴ്നാട്ടിൽ അറബി തമിഴ് എന്ന് പറഞ്ഞ തമിഴുണ്ട്. ആ അറബിയും തമിഴും കൂടിയതാണ്.
അത് പോർച്ചുഗീസ് ഭാഷയിലുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്തോനേഷ്യൻ തീരങ്ങളിലൊക്കെ അതുണ്ട്. അപ്പോൾ മലയാളികളായ മാപ്പിളമാർ അത് നമ്മുടെ നാട്ടിൽ വികസിപ്പിച്ചെടുത്തതാണ് അറബി മലയാളം എന്ന് പറയുന്നത്. ഇവിടുത്തെ മലയാള ഭാഷയെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു. അതിനെ നമ്മൾ നമ്മുടെ സ്ക്രിപ്റ്റായിട്ടുള്ള മുസ്ലിങ്ങളുടെ സ്ക്രിപ്റ്റായിട്ടുള്ള അറബി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? എഴുതുന്നു. അങ്ങനെ അറബി മലയാളം എന്ന ഒരു ഭാഷ ഉണ്ടാക്കിയെടുക്കുന്നു. ഇത് ഈ പറഞ്ഞ സ്വാംശീകരണത്തിന്, അസിമിലേഷന് നല്ലൊരു ഉദാഹരണമാണ്. അപ്പോൾ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഭാഗമാകുന്നു. നമുക്ക് നമ്മുടേതായ വ്യക്തിത്വമുണ്ട്. നാളെ നമ്മൾ വേറിട്ട് നിൽക്കുന്നില്ല. കൂടെയുള്ള ഒരു സഞ്ചാരമാണ്, സഹസഞ്ചാരമാണ് നമ്മൾ നടത്തിയത്. പിൽക്കാലത്ത് നമ്മൾ ഒരുപക്ഷെ നവോത്ഥാനത്തിൻ്റെയോ അങ്ങനെയുള്ള കാഴ്ചപ്പാടിലൊക്കെ കണ്ണ് മഞ്ഞളിച്ച് പോയിട്ട് നമുക്ക് ഈ അറബി മലയാളം മോശമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രഡീഷണൽ വേസ് മോശമാണെന്നൊരു ധാരണ ഉണ്ടായിരിക്കാം. ഇപ്പോൾ ബഷീർ തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, മാപ്പിളമാരുടെ 800 വർഷത്തെ മണ്ടത്തരമാണ് അറബി മലയാളമെന്ന്. കാരണം ഇവിടുത്തെ ഭാഷയെ മറ്റൊരു സ്ക്രിപ്റ്റ് വെച്ച് എഴുതാനുള്ള ശ്രമം നമ്മളെ ഇവിടെ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി എന്നൊക്കെയാണ് പറയുന്നത്. ബഷീർ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള എൻ്റെ ഉപ്പുപ്പൊക്കെ ആനണ്ട് എന്ന് പറഞ്ഞ നോവലുണ്ട്. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ നോവൽ? ആ നോവലിൽ കുഞ്ഞുപാത്തുമ്മ എന്ന് പറഞ്ഞ നായിക, അവൾക്ക് മലയാളം ഒന്നും ശരിക്കും പറയാനറിയില്ല. അവൾ രാത്രി എന്ന് പറയാനുള്ളത് ലാത്തിരി എന്നാണ്. ലാത്തിരി. അവളെ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി നിസാർ അഹമ്മദും പെങ്ങളും വരികയാണ്. എന്നിട്ട് അവളെ പറഞ്ഞ് ലാത്തിരിയിൽ നിന്ന് രാത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൽ ബഷീർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, കുഞ്ഞുപാത്തുമ്മക്കും കുടുംബത്തിനും ഭാഷ അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ കഥയിൽ തന്നെ ഒരിടത്ത് കുഞ്ഞുപാത്തുമ്മയും കുടുംബയും തൗബ വായിക്കുന്ന രംഗമുണ്ട്. തൗബ വായിക്കുന്നത് ഏതിലാണ്? അറബി മലയാളത്തിലാണ്. അപ്പോൾ അവർക്ക് അറബി മലയാളം അറിയാമായിരുന്നു. അതിന് വലിയ പാരമ്പര്യമുണ്ട്. എഴുത്തച്ഛൻ്റെ മുമ്പ് അറബി മലയാളത്തിൽ രചനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കൾച്ചറുമായി കൂടി ചേർന്ന് തന്നെയാണ് തീർച്ചയായിട്ടും മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ആരോഗ്യകരമായൊരു നിലനിൽപ്പിന് വളരെ ആവശ്യമാണ്. നമ്മൾ വേറിട്ട് ചിന്തിക്കുന്ന നമുക്ക് നമ്മുടേതായിട്ടുള്ള വിശ്വാസം, ആദർശമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സൊസൈറ്റിയുടെ ഭാഗമാകാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയേണ്ടതുണ്ട്. വേറിട്ട് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അത്തരം സ്വാധീനങ്ങൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്റ്റാർട്ടിങ് മുതൽ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഉള്ള ചാലഞ്ചസിനെ നിങ്ങൾ പറഞ്ഞു, ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു. കൂട്ടത്തിൽ എടുത്തെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ മുമ്പിൽ ബാരിയേഴ്സ് ഒന്നുമില്ല. നമ്മളായിട്ട് നമ്മളുടെ ഒരു സ്റ്റാൻഡ് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളായിട്ട് അതിനെ യഥാർത്ഥ രൂപത്തിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പഠിക്കാൻ കഴിയുമെന്നുള്ളൊരു സാധ്യത നിങ്ങൾ പറഞ്ഞു. ഇതിൽ എനിക്കെടുത്ത് ചോദിക്കാനുള്ളത്, ഇപ്പോൾ അക്കാഡമിക് എക്സലൻസിലേക്ക് നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് പെൺകുട്ടികളാകുമ്പോൾ മാമിൻ്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് കൊടുക്കാനുള്ള, ഇനിയിപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ 8ാം ക്ലാസ് മുതൽ പിന്നെ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികളുണ്ട്. മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് ഇവർ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള അവരുടെ ഒരു ഐഡൻറ്റിറ്റീൻ്റെ കാര്യത്തിലായാലും അവരുടെ ഒരു കൾച്ചറിൻ്റെ കാര്യത്തിലായാലും അവരുടെ ഒരു എന്താ പറയുക ആ ഒരു സ്റ്റൈൽ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനെ മുന്നോട്ടെടുത്ത് വെക്കുമ്പോൾ ചാലഞ്ചസ് സ്വാഭാവികമായിട്ടുണ്ടാകും. നമ്മൾ മുമ്പേ സംസാരിച്ചു, പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് എന്താ പറയുക, ഞങ്ങളുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ പിന്നെ എന്താ പറയുക ചുറ്റിലുള്ള ആളുകളുടെ ചേഞ്ചസ് വരുന്ന സമയത്തൊക്കെ എത്രത്തോളം ചാലഞ്ചസ് നമുക്ക് മുമ്പിൽ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇനി മുന്നിലേക്കൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ഇവർ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള എന്തായിരിക്കണം അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവേണ്ടത് എന്നുള്ളത് എന്താണ് മാമിന് തോന്നുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളായിട്ട് മുന്നോട്ട് പോവാൻ യാതൊരു തടസ്സങ്ങളും ഇല്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്നൊരു ഒരു സമയത്താകുമ്പോഴേക്കും നമ്മൾ കോറ് ഭയങ്കര എന്താ പറയുക നല്ലോണം ശക്തമാണ് എങ്കിൽ, നമ്മളുടെ ഉള്ളിൽ ഭയങ്കര ശക്തമാണെങ്കിൽ നിങ്ങളുടെ ഏത് തീരുമാനത്തിൽ, ഇപ്പോൾ ഫർസാന പറഞ്ഞ ഡ്രസ്സിങ്ങിൻ്റെ ഒക്കെ കാര്യം, അപ്പോൾ എനിക്കറിയില്ല, ചില കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ എന്താണോ
നിങ്ങളുടെ ബിലീഫ് സിസ്റ്റമായിട്ട് കൊണ്ട് നടക്കുന്നത്, അതിനെ നിങ്ങളുടെ ഉള്ളിൽ അത് ഉറച്ചതാണ് എങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ചുറ്റുപാടുകൾ കൊണ്ട് അത് ഒരിക്കലും മാറില്ല. ചുറ്റുപാടുകൾക്കത് മാറ്റാൻ സാധിക്കുകയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇവോൾവ് ചെയ്യുന്ന മനുഷ്യന്മാരാണ്. നമുക്ക് പരിണാമങ്ങളൊക്കെ ഉണ്ടാകും, നമ്മളുടെ പല അഭിപ്രായങ്ങളിൽ, ചിന്തകളിൽ ഒക്കെ ഉണ്ടാകും. പക്ഷെ എപ്പോഴും സാധാരണ പെൺകുട്ടികൾ പഠിക്കാനൊക്കെ പോകുമ്പോൾ നമ്മളുടെ നാട്ടിലുള്ള ആൾക്കാർക്കുള്ള ഏറ്റവും വലിയൊരു ബേജാറാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മളുടെ മാതാപിതാക്കൾക്കുള്ള ഒരു ബേജാറാണ്. കുടുംബക്കാർക്കൊക്കെ പറയും, പുറത്തൊന്നും വിടണ്ട, പുറത്തൊന്നും വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ് റിലീജിയസ് ആയിട്ടുള്ള ജീവിച്ചിരുന്നൊരു കുട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ. അതൊക്കെ നിങ്ങൾ ഇവിടെയാണെങ്കിലും നിങ്ങൾ പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളെങ്ങനെ പൊന്നും കുടം പോലെ ഇങ്ങനെ പൂട്ടിയിട്ട് നോക്കുകയാണെങ്കിലും ഒക്കെ നിങ്ങളുടെ കോറിന് ബലമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ആശയമാണോ അത് എന്നതാണെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ആശയധാര, നിങ്ങളുടെ ഏത് ധാരയിൽ നിന്നുള്ളതാണ് നിങ്ങളെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ നിങ്ങളുടെ കോറിനകത്ത് അത് ശക്തമാണ് എങ്കിൽ പുറത്ത് വരുന്ന കൊടുങ്കാറ്റുകളും പുറത്തെ ആഘോഷങ്ങളും ഒന്നും നിങ്ങളെ മാറ്റി തീർക്കില്ല. നിങ്ങളുടെ കോറ് ബലമുള്ളതായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും ഒരു ലക്ഷ്യം ഉണ്ടാവൂലേ? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആ ലക്ഷ്യം ഉണ്ടാവേണ്ട കാലമാണ്. അല്ലാതെ ഇങ്ങനെ നമ്മളൊരു പൊങ്ങുതടികൾ പോലെ ഇങ്ങനെ നമ്മളുടെ ചുറ്റും നമ്മുടെ ചുറ്റും ഒരു പലതരം അവസ്ഥകളുണ്ട്. ഒരു ആഘോഷത്തിൻ്റെ ലോകമുണ്ട്. ഇങ്ങനെ ഭയങ്കര നമ്മൾ അതിക്കണ്ട നോക്കി അത് മാത്രം കാണുള്ളൂ, വർണ്ണാഭമായിട്ടുള്ള ഒരു ലോകം. അതല്ലാത്ത ഒരു ലോകമുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഏത് ലോകമാണ് കാണേണ്ടത് എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് നമ്മളെല്ലാവരും കൂടി, ബാക്കിയുള്ള എല്ലാവരും കൂടി പിടിച്ചിട്ട് നിങ്ങളെ ഇങ്ങനെ റെഡിയാക്കുക, നന്നാക്കുക, അങ്ങനെയൊന്നുമില്ല. നമ്മളുടെ അകത്ത് നിന്ന് ഒരു മാറ്റം പിന്നെ ഉണ്ടായാൽ ഒരു അകത്ത് നിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഉറച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ മാറിക്കൊള്ളൂ. നിങ്ങൾ അവിടെ പോകുമ്പോൾ അവിടെ മാരാകും, ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ ഇവിടെ മാരാകും, ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലത്തെ ആൾക്കാരെ മാതിരിയാകും, ഇന്ന സർക്കിളിൽ ചെല്ലുമ്പോൾ ആ സർക്കിളിൻ്റെ മാതിരിയാകും. അങ്ങനെ പോകാം നമുക്ക്. അങ്ങനെയല്ലാതെ അതൊക്കെ നിങ്ങളിപ്പോൾ ആ പ്രായത്തിലാണുള്ളത്. എല്ലാം ശക്തിപ്പെടേണ്ട നമ്മളുടെ ചിന്തകൾ ശക്തിപ്പെടേണ്ട, നിലപാടുകൾ എടുക്കേണ്ട, ഞാൻ ഇന്ന രീതിയിലാണ് ജീവിക്കാൻ പോണത് എന്നൊക്കെ തീരുമാനിക്കേണ്ട ഒരു പ്രായത്തിലാണ് നിങ്ങൾ എല്ലാവരും ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ കോർ ബലപ്പെട്ട് വരിക, അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ മുന്നോട്ട് പോക്ക് ഉണ്ടാവുക. അപ്പം അതിനിടയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മാറും. ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ പലതരം ആലോചനകളും പിന്നെ എൻ്റെ ലോകമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്ന കാലത്തല്ല. പക്ഷേ ഞാൻ അന്നും ഇന്നും തീരുമാനിച്ചത്, ഞാൻ നല്ലോണം ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ച് ചുറ്റുപാടും ആലോചിച്ച് എന്നിട്ടൊരു തീരുമാനം എടുത്തിട്ട് ഞാനൊരു സ്റ്റെപ്പ് എടുക്കുകയുള്ളൂ എന്ന് എൻ്റെ തീരുമാനമാണ്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളായിരിക്കും നമ്മളൊക്കെ. പക്ഷേ ഒരു ഉള്ളുണ്ടല്ലോ, ഒരു നിലപാടുള്ള ഒരു ഉള്ള്, അതുണ്ടാക്കാനുള്ള പ്രായതങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് അതിനുള്ള ഒരു അവസരമായിട്ട് ഇത് എടുക്കണം. ധാരാളം വായിക്കാൻ ഇഷ്ടമുള്ള, എങ്ങനെയാണോ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തിന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യച്ചാൽ ആ മാർഗത്തിലൂടെ അത് നേടിയെടുത്തിട്ട് കൂട്ടുകാരൊക്കെ സംസാരിച്ച് നിങ്ങൾ സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ കുറച്ചൊക്കെ പിന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, കുടുംബവും സമൂഹവും മതവും ഒക്കെ നിങ്ങൾ പഠിക്കുന്ന പാഠത്തിനപ്പുറമുള്ള വർത്തമാനങ്ങളൊക്കെ നല്ലോണം നിങ്ങൾക്ക് ഉണ്ടായി വരേണ്ടതുണ്ട്. കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ കുഞ്ഞു കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ മനുഷ്യന്മാരാളെ എല്ലാം നമുക്ക് വേണം. നമ്മുടെ ചെറിയ ഡ്രസ്സ്, നമ്മളിടാൻ പോകുന്നൊരു കുഞ്ഞു മാലയുടെ കല്ലിൻ്റെ ഭംഗി, നമ്മുടെ കയ്യിലുള്ളൊരു മൈലാഞ്ചി, നമ്മൾ കഴിക്കാൻ പോകുന്നൊരു ഭക്ഷണം, ഇന്ന റെസ്റ്റോറൻറ്റിൽ പിന്നെ എന്താണ് ഷവർമ്മക്ക് ഭയങ്കര ടേസ്റ്റ്, ഇതൊക്കെ കുഞ്ഞു കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പറയും. നമ്മൾ കൂട്ടുകാരെ കൂടുമ്പോൾ എന്തെല്ലാം പറയും. ഇതിൻ്റെയൊക്കെ പുറമേ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ജീവിക്കുന്ന ലോകത്തിനെ പറ്റിയിട്ട് സംസാരിക്കുക, രാഷ്ട്രീയത്തിനെ പറ്റി സംസാരിക്കാം. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ശക്തരായിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ വർത്തമാനം പറയാം. ഇങ്ങനെ നിങ്ങൾക്കാണെങ്കിൽ നല്ല സുഖമാണ്, നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്നവരാണ്, നല്ല അധ്യാപകരുണ്ട്, നല്ല ലൈബ്രറി ഉണ്ട്, ഡിജിറ്റൽ ലൈബ്രറി ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് ഞാൻ വളരും. പിന്നെ ഞാൻ അങ്ങനെ വെറുതെ നമുക്ക് രണ്ടു തരത്തിൽ വലുതാവാം. നേരം വെളുക്കുന്നു വൈകുന്നേരമാകുന്നു, നേരം വെളുക്കുന്നു വൈകുന്നേരമാകുന്നു, കിടന്നുറങ്ങുന്നു, പിന്നെ പിറ്റേന്നും അങ്ങനെ ആകുന്നു. ഇങ്ങനെയും നമുക്ക് വലുതാവാം. ഇതൊന്നും അല്ലാതെ ഓരോ ദിവസവും നമ്മളുടെ മനസ്സും ലോകവും ഒക്കെ വലുതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും.
അപ്പോൾ ഇതൊക്കെ ചോയ്സാണ്. നിങ്ങൾ വിചാരിച്ചാൽ മാത്രം നടക്കുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ 2 വാക്ക് സംസാരിച്ചു, അരിഫ് സാർ കുറേ സംസാരിച്ചു, ഫർസാന സംസാരിച്ചു, നിങ്ങൾ ടീച്ചേഴ്സൊക്കെ സംസാരിച്ചു, ആര് സംസാരിച്ചിട്ടും ഇതിലൊരു കാര്യം ഉണ്ടാവും. ഇത് നമ്മളുടെ ഉള്ളിൽ നിന്ന് ഉണ്ടായിട്ട് വരേണ്ട ഒരു കാര്യം. ഇതിനുള്ളൊരു അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ സമുദായം ഇപ്പോൾ ഇതിനുള്ളൊരു അന്തരീക്ഷം ഒരുക്കുന്നതായിട്ടാണ് സന്തോഷപൂർവ്വം നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്നത്. പല വിധത്തിൽ എല്ലാവർക്കും അവരുടേതായ പലതരം ഓർഗനൈസേഷൻസും പല വിഭാഗങ്ങളുണ്ട്. പക്ഷെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ആവശ്യമുള്ള വെള്ളവും വളവും ഒക്കെ വലിച്ചെടുത്ത് ഇതൊക്കെ തരാനേ പറ്റുള്ളൂ. വലുതാവേണ്ടത് ആരാണ്? നമ്മളാണ്. അങ്ങനെ നമ്മളൊരു തീരുമാനം എടുക്കുക വേണ്ട. ഒറ്റക്കല്ല, അത് കൂട്ടായിട്ടൊരു തീരുമാനം എടുത്തിട്ട് ഏറ്റവും ബെസ്റ്റ്, ഇപ്പോൾ നമ്മൾ ഓരോ ബാച്ച് ഉണ്ടാകും, ഏറ്റവും ബെസ്റ്റ് ബാച്ചായിരിക്കും ഞങ്ങൾ. പല എക്കണോമിക്സും ഞങ്ങൾ സയൻറ്റിസ്റ്റുകളാകും, ഞങ്ങൾ എക്കണോമിസ്റ്റുകളാകും, ഞങ്ങൾ ഭാവിയിൽ ഇന്ത്യൻ ലോ നിർണ്ണയിക്കുന്ന ആൾക്കാരാകും. ഇങ്ങനെയൊക്കെയുള്ളൊരു തീരുമാനങ്ങൾ ഇപ്പോഴേ എടുത്തിട്ട് പോകാൻ നമുക്ക് പറ്റും. ഇതിന് കരുത്തുള്ള ഒരു ഹൃദയവും വഴിയും നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഉറപ്പുള്ളൊരു വഴിയിൽ ആദ്യമേ നിൽക്കാൻ ഭാഗ്യം കിട്ടിയ ആൾക്കാരാണ്. അപ്പോൾ അത് ഉപയോഗിക്കുക, സ്വന്തം ശക്തി തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ സെയിം ക്വസ്റ്റ്യൻ സാറിലേക്ക് തരുമ്പോൾ, അതായത് മുമ്പിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ നിൽക്കുന്ന നമ്മളുടെ മക്കൾക്ക്, സാറും PSMO കോളേജിൽ പലതരം കുട്ടികളെ കണ്ടിട്ടുണ്ടാകും, പലതരം സ്വപ്നങ്ങൾ കാണുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ടാകും. ഇതിനൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ട് മുമ്പിലേക്ക് അക്കാഡമിക്സിലേക്ക് ഇനിയും വളർച്ചയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ടേക്ക് അവേ എന്താണ്? നൂറ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമ്മളെ തിരിച്ചറിയുന്ന ഒരു സമയം വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് ഇലകളെ വേണമെങ്കിൽ പൊഴിച്ച് കളയാം, പക്ഷേ വേരുകൾ എപ്പോഴും അവിടെ ഉണ്ടാവണം. നിങ്ങൾക്ക് ഒപ്പീനിയൻ ഒരുപക്ഷെ മാറിക്കൊണ്ടിരിക്കാം, പക്ഷെ നിങ്ങളുടെ പ്രിൻസിപ്പിൾ എപ്പോഴും ഒന്നായിരിക്കണം. ഇതാണ് പ്രധാനം. അപ്പോൾ ഇതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എത്രയും മുന്നോട്ട് പോകാം. ഞാൻ കടന്നു വന്നപ്പോൾ ഈ സദസ്സിൻ്റെ വലത്തെ ഭാഗത്ത് ചുവരിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ വരച്ച അതിമനോഹരമായിട്ടുള്ള പെയിൻറ്റിങ് അവർ കാണിച്ചു തന്നു. അവർ സംസാരിച്ചപ്പോൾ അവർ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ളവർ അതിലുണ്ട്. പെരിന്തൽമണ്ണയിൽ നിന്നും മലപ്പുറത്തു നിന്നൊക്കെയുള്ള കുട്ടികൾ അവരുടെ ആത്മാവിഷ്കാരം എന്ന് പറയും. അവർക്ക് പറയാനുള്ളത് എന്താണോ അത് എക്സ്പ്രസ് ചെയ്യാണ്. അത് ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ അവർ വരച്ചിട്ടിരിക്കുന്നു. അവരതിന് മുമ്പിൽ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നു. അവർ അതിൽ അഭിമാനിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സംസാരിച്ചപ്പോൾ അവരുടെ കൂട്ടത്തിൽ ചിത്രം വരയ്ക്കുകയും അത് വിൽക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വഴി കണ്ടെത്തുകയും അതിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു 8-10 തലമുറകൾ കടന്നുപോയി, മീൻസ് ബാച്ചുകൾ. ഞാൻ ക്യാമ്പസിൽ പഠിപ്പിക്കുമ്പോൾ പല തരത്തിലുള്ള കുട്ടികൾ. ഇപ്പോൾ ഡിഗ്രിക്ക് വരുമ്പോൾ കൈക്കുഞ്ഞുമായിട്ട് ജോയിൻ ചെയ്ത ഒരു കുട്ടി ഉണ്ടായിരുന്നു, അപർണ എന്നാണ് അവളുടെ പേര്. ഞാൻ കഴിഞ്ഞ ദിവസം അവളെ ഫോൺ ചെയ്തല്ല, ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചപ്പോൾ അവൾ പ്രതികരിച്ചപ്പോൾ അതങ്ങനെ സംസാരിച്ച് പോയപ്പോൾ അവൾ 2ാമത്തെ കുഞ്ഞിനെ ഗർഭത്തിലാണുള്ളതെന്ന് പറഞ്ഞു. സാർ എനിക്കൊരു പുസ്തകം നിർദ്ദേശിച്ച് തരണമെന്ന് പറഞ്ഞു. ഞാൻ പുസ്തകം നിർദ്ദേശിക്കുകയല്ല, പുസ്തകം നിനക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഫാദർ ജോസ് കട്ടിക്കാടിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള കൂട് എന്ന പുസ്തകം ഞാൻ അയച്ചു കൊടുത്തു. അവളത് വായിച്ചിട്ട് അനുഭവം പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞത്, നീ ഇപ്പോൾ വായിക്കുന്നത് നിനക്ക് വേണ്ടിയല്ല, നിൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ്, നിൻ്റെ മനസ്സ് സ്വസ്ഥമായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. മുനീറ എന്നൊരു വിദ്യാർത്ഥിനെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അവളിപ്പോൾ കോഴിക്കോട് NIT റിസർച്ച് ചെയ്യാണ്. എക്കണോമിക്സിൽ BAക്ക് ഞങ്ങളുടെ കോളേജിൽ വന്നതായിരുന്നു. വളരെ പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു കുട്ടി. പക്ഷെ അവൾ നന്നായിട്ട് പഠിക്കും, എല്ലാ സമയത്തും അധ്വാനിക്കും, എല്ലാ സമയത്തും പുസ്തകങ്ങളെടുത്തിട്ട് വായിച്ചിട്ട് ചർച്ച ചെയ്യും. ഇനി ഏത് പുസ്തകം വായിക്കണമെന്ന് പറയും. ഒരു ഓഥറുടെ ഒരു പുസ്തകം വായിച്ചാൽ അടുത്ത പുസ്തകം ഏതാണെന്ന് ഒക്കെ അവളിങ്ങനെ ചർച്ച ചെയ്യും. അവൾ PGക്ക് പിന്നീട് മറ്റൊരു സ്ഥാപനത്തിൽ ഫറൂഖ് കോളേജിലാണ് എനിക്ക് തോന്നുന്നത് ജോയിൻ ചെയ്തു. അവിടുന്ന് NIT പോയി. ഇപ്പോഴും അവളെന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു വാക്കാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. നിങ്ങൾ ചിരിക്കുന്നത്, നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾ സംസാരിക്കാതിരിക്കുന്നത് ഒക്കെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനാണ്. അത് നമ്മൾ ബലപ്പെടുത്തണം. നമ്മുടെ ടീച്ചേഴ്സുമായിട്ട്, സുഹൃത്തുക്കളുമായിട്ട്, കമ്മ്യൂണിറ്റിയുമായിട്ട്, ഫാമിലിയായിട്ട് എല്ലാവരോടും നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ നമ്മളുടെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വരും, നമ്മൾ തമ്മിൽ ഗ്യാപ്പ് വരും.
അപ്പോൾ എപ്പോഴും ആരോഗ്യകരമായൊരു കമ്മ്യൂണിക്കേഷന് വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളുമായിട്ട് എപ്പോഴും അത്തരത്തിലൊരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് പല വിദ്യാർത്ഥികളും, പല അധ്യാപകരും വരാന്തയിലൂടെ പോകുമ്പോൾ ചിരിക്കാറില്ല, സാറ് ചിരിക്കാറുണ്ട്. ഞാൻ എൻ്റെ മഹത്വം പറയുകയല്ല, നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്തു പോകുന്നതാണ്. സാഹിത്യമൊക്കെ പഠിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാനങ്ങനെയാണ് ബലം പിടിച്ച് വരാന്തയിലൂടെ നടന്നു പോവുക. അപ്പോൾ ആളുകളായിട്ട് ഇത്തരത്തിലുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കണം. അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു പുസ്തകം വായിക്കുന്നതിനേക്കാൾ വളരെ പ്രധാനമാണ് ഒരാളായിട്ട് സംസാരിച്ചിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നോവലുണ്ട്, മലയാളത്തിൽ ഈ അടുത്ത് 2-3 ആഴ്ച മുമ്പ് വന്ന നോവലാണ്. അതിൻ്റെ പേര് ദേഹം എന്നാണ്. നിങ്ങളുടെ ക്യാമ്പസിൽ ആ പുസ്തകം എത്തിയെന്ന് അറിയില്ല, നിങ്ങളെന്തായാലും വായിക്കേണ്ട നോവലാണ്. അജയ് പി മാങ്ങാടിൻ്റെ അരവി എന്നൊരു നായകൻ. അയാൾ പോലീസുകാരനാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു എൻകൗണ്ടർ ടീമുണ്ട്. അഥവാ സർക്കാർ കൊല്ലാൻ തീരുമാനിച്ച ശത്രുവിനെ വഴിയിലൊക്കെ ഇട്ട് വെടിവെച്ച് കൊല്ലൂലേ, അങ്ങനെയുള്ളൊരു ടീമിലെ മെമ്പറാണ്. അപ്പോൾ അയാളുടെ ഒരു കൂട്ടുകാരിയാണ് തുളസി. തുളസിയുമായി സംസാരിക്കുമ്പോൾ തുളസി അമ്മയെക്കുറിച്ച് കുറേ പറയും. പെട്ടെന്ന് തുളസി ഇയാളോട് ചോദിക്കുകയാണ്, അരവി ഇനി നിങ്ങളുടെ അമ്മയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇയാളൊക്കെ അന്തം വിടണം. കാരണം അമ്മയുമായിട്ട് വളരെ ലിമിറ്റഡായിട്ട് ബന്ധം മാത്രം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു, ഒരു മകനായിരുന്നു ഈ അരവി എന്ന് പറഞ്ഞത്. അമ്മ മരിക്കാൻ കിടക്കുമ്പോൾ എത്രയും പെട്ടെന്ന് വരണമെന്ന് മകനെ വിളിച്ച് ഫോൺ ചെയ്തിട്ട് പോലും ഞാൻ പോയില്ല, അമ്മ മരിച്ചിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ സെൽഫ് റിഫ്ലക്ഷൻ പോലെ എൻ്റെ ഉമ്മയിലേക്ക് പോയി. എൻ്റെ ഉമ്മയുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ നമ്മുടെ ഉമ്മയോട് കാണിക്കുന്ന സ്നേഹം, അതൊക്കെ ആരോഗ്യകരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇതിൻ്റെ പല രൂപങ്ങൾ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങൾ അറിയണം. ഇപ്പോൾ ടീച്ചർ ഇവിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടാകുന്നൊരു കാര്യമാണത്. അതൊരു സിനിമയിലെ പ്രശ്നമല്ല, അതൊരു സൊസൈറ്റിയുടെ പ്രശ്നമാണ്. തൊഴിലിടത്തിൽ സ്ത്രീകൾ നേരിടുന്ന, പുറത്തു പറയാൻ പറ്റാത്ത ഭീകരമായ പൈശാചികമായ ഒരു അവസ്ഥയാണിത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ കടന്നു പോകാനുള്ള സൊസൈറ്റിയാണിത്. ആ സൊസൈറ്റിയുടെ സ്വഭാവം എന്താണെന്ന് നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകളിൽ, മീഡിയകളിൽ നിന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സൊസൈറ്റിയിൽ മുന്നോട്ട് പോകുന്നത്. അത് ഒരു വേര് വളരും പോലെയാണ്. വേര് എങ്ങോട്ടാണ് വളരുക പറയാൻ പറ്റില്ല. അതിന് വെള്ളം കിട്ടിയിടുന്നൊക്കെ അത് വളരും. അപ്പോൾ ഇങ്ങനെ ഈ വേരിൻ്റെ വളർച്ച നമ്മൾ സ്വായത്തമാക്കണം. നമ്മൾ സ്വാഭാവികമായിട്ട് വളർന്ന് ആകാശത്തേക്ക് നമ്മുടെ ചിറകുകൾ, നമ്മുടെ ഇലകൾ പടർത്തിക്കൊണ്ടുവരണം. സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പുതിയ കാലത്തിൽ നമ്മളെ ഗൈഡ് ചെയ്യാനും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, സുഹൃത്തുക്കളുണ്ട്. ടീച്ചിങ് കമ്മ്യൂണിറ്റി ആണെങ്കിലും പഴയ പോലെ ഒന്നല്ല. അവരൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് ഇടപഴകുന്ന ആളുകളാണ്. എന്നെ പഠിപ്പിച്ച അധ്യാപകരെ പോലെ പെരുമാറരുത് എന്നാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പെരുമാറുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ ഓപ്പണിങ് നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ ഒരു പോസിറ്റീവ് ഘടകമായിട്ട് എടുത്തിട്ട് നമ്മൾ വളരാനും വലുതാവാനും ശ്രമിക്കാമെന്നാണ് പറയാനുള്ളത്. വൺ സൈഡ് ടോക്കായി ഇതിനെ മുന്നോട്ട് പോകുന്നതിനേക്ക് നല്ലത് നമ്മളുടെ ഓഡിയൻസായ ഓരോ സ്റ്റുഡൻസിൽ നിന്നും നിങ്ങളുടെ കൺസേൺസ് എന്താണോ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്താണോ, അതിനെ സ്വീകരിക്കാനുള്ള സമയമാണിത്. ഇവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സാറ് സാഹിത്യ രംഗത്ത് നല്ല കഴിവ് കാണിക്കുന്നു, പിന്നെ ഒരു മലയാളം ടീച്ചറാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ +1 +2 8ലുള്ള കുട്ടികൾക്കൊക്കെ മലയാളം ഇമ്പ്രൂവ് ആക്കാനായിട്ട് എന്തൊക്കെ പഠന രീതികൾ നോക്കാം? ഇത് ഫറൂഖ് കോളേജിലെ പ്രൊഫസറാണ്. ഇത് PSMOയിലെ മലയാളം പ്രൊഫസറാണ്. പിന്നെ ഒന്ന്, ഭാഷ നന്നാക്കാൻ പ്രധാനമായിട്ടും നമ്മൾ സാധാരണ കലാകാലങ്ങളായിട്ടുള്ള മരുന്ന് തന്നെയാണ്. അതിൽ വേറൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതൊന്ന് വായിക്കുക എന്നുള്ളതാണ്, നല്ലോണം വായിക്കുക എന്നുള്ളതാണ്. പിന്നെ ഭാഷ നന്നാക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ മലയാള തീവ്രവാദികളുണ്ട്, അതേമാതിരി ഞാൻ പറയൂല. ഇപ്പോൾ കാലത്തിനനുസരിച്ചിട്ട് നമ്മളുടെ ഭാഷയിലൊക്കെ വലിയ മാറ്റം വരും. ഇപ്പോൾ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ കുറേ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ വരും. കാരണം നമ്മളുടെ ചുറ്റുള്ള ലോകം, നമ്മൾ അങ്ങനെ ആ മാറ്റം നമ്മളുടെ ഭാഷയിലും ഉണ്ടാകും. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഭാഷയിൽ വാക്കുകൾ മാറുമ്പോഴല്ല, അതിൻ്റെ പ്രത്യയങ്ങൾ നിലനിൽക്കും തോറും അത് മലയാളം തന്നെയാണ്. ഇപ്പോൾ കോളേജിൽ കുട്ടികൾ സാധാരണ മിസ്സേ ഞാൻ എത്ര വെയിറ്റാക്കി എന്ന് പറയും. എത്ര വെയിറ്റാക്കി, നിങ്ങൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കോഴിക്കോട് സൈഡിലേക്ക് വരുമ്പോൾ ആണ് ഈ വാക്കുകളുടെ കൂടെ ഈ ആക്കുക എന്നുള്ള വാക്ക് വരാം. എത്ര വെയിറ്റാക്കി എന്ന് പറയും. അപ്പോൾ അത് മലയാളമാണോ ഇംഗ്ലീഷാണോ വെയിറ്റാക്കുക? അത് മലയാളമാണ്. കാരണം പിന്നെ
വെയിറ്റ് എന്നുള്ളൊരു വാക്കല്ലേ, പിന്നെ നമ്മൾ കാത്തു നിൽക്കുക എന്നുള്ള വാക്ക്. അപ്പം അതിനെ വെയിറ്റ് ആക്കുക എന്നുള്ളതിന് മലയാളമായിട്ട് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് അംഗീകരിക്കാത്തവരുണ്ട് കേട്ടോ. ഞാൻ ശരി സാർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ അതിന് മലയാളമായിട്ട് അംഗീകരിക്കുന്ന ഒരാളാണ്. അങ്ങനെ നമ്മൾ ഭയങ്കര ഭാഷാവാദികളൊന്നും ആവേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സമൂഹം എന്ന് പറഞ്ഞിട്ടൊന്നും ഇപ്പോൾ ഉള്ള നമ്മളൊരു പൊതു സമൂഹം ലോകം വലിയൊരു ലോകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പം തന്നെ ഒരു ഭാഷ കുറേ സംസ്കാരത്തിന് ഇങ്ങനെ ഉൾക്കൊള്ളുന്ന ഒന്നാണല്ലോ നമ്മളുടെ പാട്ട്. ആദ്യത്തെ മാഷ് പറഞ്ഞു, നമ്മൾ ഈ മലയാളികൾ നമ്മളുടെ പാട്ട്, നമ്മളുടെ കഥകൾ, നമ്മളുടെ ഭക്ഷണം, ഇതൊക്കെ ചേർന്ന ഒന്നാണ് ഭാഷ. അപ്പം അത് നിലനിൽക്കേണ്ടതും ഉണ്ട്. അതിൽ നമുക്ക് മലയാളത്തിൽ നമുക്കാണല്ലോ ഏറ്റവും മിടുക്കുണ്ടാവണം, നമ്മളാണല്ലോ മലയാളികൾ. അപ്പോൾ അത് വളരണം നമുക്ക് നല്ലോണം ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒന്ന് നമ്മൾ വായിക്കുക എന്നുള്ളത് തന്നെയാണ്. നല്ലോണം വായിക്കുക. ഇനി നിങ്ങൾക്ക് ജേണൽ ഒക്കെ ചെയ്യുന്ന ആളുകൾ ഡയറിയൊക്കെ എഴുതിയിട്ട് ശീലം, ഇപ്പോൾ എഴുത്തിൽ നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുക തന്നെ വേണം. ഇതൊന്നും ചെയ്യാതെ നമുക്ക് പിന്നെ പരീക്ഷയ്ക്ക് നമ്മൾ ചിലപ്പോൾ പറയില്ലേ, കുറച്ച് കെമിസ്ട്രിയും കുറച്ച് ബയോളജിയൊക്കെ ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചാൽ നന്നാവുമായിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്തേനെന്ന് ഞാൻ പറയാറുണ്ട്. കുറച്ചുകൂടി നമുക്ക് എളുപ്പമാണല്ലോ. അപ്പോൾ അതേപോലെ ഒന്നും നമുക്കിതിൽ എളുപ്പ വഴിയൊന്നുമില്ല. ഭാഷ നന്നായിട്ട് വായിക്കുമ്പോൾ നമുക്ക് നല്ല വാക്കുകൾ കിട്ടും. നമ്മൾക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് പറയാനുള്ള, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം. നമുക്കൊരു വിഷയത്തിൽ കുറേ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ഇലക്ഷൻ വരിക, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നമ്മുടെ ഒരാൾ ഈ ഇലക്ഷനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ്, ഇനി അതൊന്നും പോട്ടെ, ലോകകപ്പ് ഫുട്ബോൾ നടക്കാം. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് എന്താ അഭിപ്രായം, ഇപ്രാവശ്യത്തെ ടീമുകളെ പറ്റിയിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ നല്ലോണം ഫുട്ബോൾ കാണുന്ന ആളാണ്, നിങ്ങൾക്ക് അതൊക്കെ അറിയാം. പക്ഷെ അത് മനസ്സിലുള്ള കാര്യം നന്നായിട്ട് മലയാളത്തിൽ പറയണം എന്നുണ്ടെങ്കിൽ നല്ല ഭാഷ വേണം, നല്ല വാക്കുകൾ വേണം അല്ലേ. നമ്മളിങ്ങനെ പിന്നെ വാക്കുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. ചില നല്ല പ്രാസംഗികരെ കണ്ടിട്ടില്ലേ, ഇപ്പം ഞാനൊന്നും തപ്പിപ്പിടക്കണ മാതിരിയല്ല അല്ലേ, നല്ലോണം സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് നല്ല നല്ല വാക്കുകൾ, ചേരുന്ന വാക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് നല്ല വാക്കുകൾ കിട്ടണമെങ്കിൽ നന്നായിട്ട് വായിക്കുക വേണം. അപ്പം ദേഹത്തിനെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പോൾ പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ അത് വായിക്കുക. പഴയ പുസ്തകങ്ങൾ നമുക്ക് ബഷീറിനെ പോലത്തെ അല്ലെങ്കിൽ നമ്മൾ തകീനെ പോലത്തെ പഴയ ആൾക്കാരെ വായിക്കുക, പുതിയ ആൾക്കാരെ വായിക്കുക. സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് എനിക്കറിയില്ല, നിങ്ങൾക്ക് എത്രമാത്രമാണ് നിങ്ങൾക്ക് അവൈലബിലിറ്റി എന്ന് എനിക്കറിയില്ല. വായിക്കുമെങ്കിൽ വായിക്കാൻ അവസരം കിട്ടുമെങ്കിൽ നല്ലത് വായിക്കാം. അങ്ങനെ കുറേ വായിക്കാം. പിന്നെ ജേർണലിങ് നല്ല ഒരു വഴിയാണ്. നിങ്ങൾ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നമുക്ക് നല്ല വളർച്ച ഉണ്ടാവാൻ പറ്റും. ഇപ്പോൾ ഡൂഡിൽ ചെയ്ത ആൾക്കാരെ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് പേര് ഈ വരയിലൂടെയും എഴുത്തിലൂടെയൊക്കെ സ്വയം പ്രകടിപ്പിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നല്ല ഭാഷ ഉണ്ടാവണമെങ്കിൽ ഭാഷേനെ നന്നായിട്ട് ഉപയോഗിക്കുക. അറഞ്ചും പുറഞ്ചും ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? ഇല്ല. ഭാഷ എങ്ങനെ ഉപയോഗിക്കണം, അപ്പോൾ അതിന് വളർച്ച ഉണ്ടാവും. പിന്നെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഭാഷ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ കോട്ടക്കൽ ഈ ഭാഗത്തുള്ള ആളാണ്, അപ്പോൾ എനിക്ക് എൻ്റെ ഭാഷയുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാസർഗോഡാണെങ്കിൽ അവിടുത്തെ ഭാഷ ഉണ്ടാവും. നിങ്ങൾ പിന്നെ കേരളത്തിലെ തെക്കൻ ഭാഗത്താണ് വരണമെങ്കിൽ ആ ഡയലക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ അതിലൊന്നും ആരും ഒന്നും ബേജാറാവണ്ട. അത് തന്നെ നമ്മളെ ഭാഷ, അത് തന്നെ നമ്മളെ ശക്തി. അപ്പോൾ അതിലൊന്നും നമ്മളിപ്പോൾ ഒരു വേദിയിൽ കിടന്ന് സംസാരിക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഭാഷ കടന്നു വരും. ഞാൻ +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും പിന്നെ ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ വളരെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ നല്ല ഭാഷയിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു. മുൻകൂട്ടി പ്രസംഗം എഴുതി കൊടുത്താൽ അത് മാത്രമേ പറയാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അപ്പോഴാണ് ഞാൻ അവിടെ ഇലക്ഷന് മത്സരിച്ചത്. അപ്പോൾ ഞാനത് എൻ്റെ ഭാഷ വെച്ചാൽ എൻ്റെ ഒരു അധ്യാപികയായിരുന്നു. അപ്പോൾ ഈ ചെറുപ്പത്തിൽ തന്നെ നമ്മളെ ഇങ്ങനെ തിരുത്തും, ഇങ്ങനെ പറയും. അപ്പോൾ കുറച്ചും കൂടി ഒരു മാനക മലയാളത്തിനോട് ചേർന്ന് നിൽക്കുന്നൊരു ഭാഷയായിരുന്നു +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഇതിനൊരു അവസരമായിട്ട് എടുത്തിട്ട് അന്ന് നല്ല മലപ്പുറം മലയാളത്തിൽ പ്രസംഗമാണ്, ഇലക്ഷൻ പ്രചരണമാണല്ലോ. അപ്പോൾ ഞാൻ നല്ല മലപ്പുറം ഒന്നും ഇലക്ഷൻ ആയതുകൊണ്ട് മുൻകൂട്ടി കൊടുക്കാൻ പറ്റില്ല, പ്രസംഗം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഭാഷ ഒന്നുമല്ല, ഞാൻ എൻ്റെ വല്യമ്മാൻ്റെ ഭാഷയിലാണ് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. അപ്പോൾ നമുക്ക് നമ്മളുടേതായ ഭാഷാ രീതികളിൽ, ഭാഷാഭേദങ്ങളിലൊക്കെ നമ്മൾ സന്തോഷിക്കാം. അതിൻ്റെ കൂടെ നമ്മൾ നന്നായിട്ട് വായിക്കുകയും നമ്മളുടെ ഭാഷയുടെ എല്ലാ വാക്കുകളും ഒരു ആർത്തി വേണം. ഭാഷനോട് എല്ലാ വാക്കുകളും നമുക്ക് കിട്ടണം നമുക്ക് ഒരു പൂതി വേണം. അങ്ങനെ അത് ഉണ്ടാവുക, വായിക്കുക, എഴുതുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭാഷ നന്നാകും. ഇനി ഇതും അല്ലാതെ ചില ആളുകൾക്ക് ഭാഷാപരമായിട്ടുള്ള ബുദ്ധി കൂടുതലുള്ള ആളുകൾ ഉണ്ടാകും. ചില ആൾക്കാർക്ക് അത് മാത്തമാറ്റിക്കൽ സ്കില്ലാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊരു മത്സരമൊന്നുമില്ല. നമുക്കുള്ള ഒരു അറിവിനെ നന്നാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ബാക്കി ഷെരീഫ് സാർ പറയും. എൻ്റെ മകളിപ്പോൾ LKG പഠിക്കുകയാണ്, നഫീസ മന്നത്ത്. അപ്പോൾ അവൾ കഴിഞ്ഞ ദിവസം എനിക്ക് അവളുടെ ഒരു പാട്ട് പാടിത്തന്നു. കറുകറുത്ത കാക്ക പറപറാന്ന് വന്നു, വെളുവെളുത്ത ചോറ് ചറപറാന്ന് തിന്നു. അത് ശരിക്കും ഞാൻ അവളങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അവൾ അതിൽ നിന്ന് ഒരു ഐഡിയ ഉണ്ടാക്കുന്നുണ്ട്. ഈ ചറപറാന്ന് തിന്നൽ എങ്ങനെയാണ് നമുക്കറിയാം, അതിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ? ഭാഷ ശരിക്കൊരു ചിത്രമാണ്. ഞാൻ നേരത്തെ സംസാരിച്ച് പറഞ്ഞു കമ്മ്യൂണിക്കേഷന് വളരെ ഹെൽത്തി ആവണം എന്നുള്ളത്, വളരെ സ്ട്രോങ് ആവണം എന്നുള്ളത്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഭാഷ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. ടീച്ചർ പറഞ്ഞ പോലെ മാനക ഭാഷയും പഠിക്കണം, നമ്മുടെ ഭാഷ, നമ്മുടെ ഒരു ലോക്കൽ ഡയലക്റ്റ് ഉണ്ടാവുമല്ലോ, അതും പഠിക്കണം. ഞാൻ കുറച്ച് കാലം കാസർഗോഡ് വർക്ക് ചെയ്തിരുന്നു, ദാറുൽഹുദയുടെ ഒരു സ്ഥാപനത്തിൽ. അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ കൂടെ ഒരു വിനോദയാത്രയ്ക്ക് പോയപ്പോൾ, ടൂർ പോയപ്പോൾ ചില കുട്ടികൾക്ക് ഈ വൊമിറ്റിംഗ് ഉണ്ടായി, ഛർദ്ദിക്കാൻ വന്നു. ഛർദ്ദി നമുക്കറിയാം അതൊരു ഒരു പരന്ന് പിടിക്കുന്ന രോഗമാണ്. മുമ്പിലാൾ തുടങ്ങിയാൽ ബാക്കിലേക്കൊക്കെ ഇങ്ങനെ പകർന്നു പോകും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായി. അപ്പോൾ നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിലെ കുളപ്പുറം ഭാഗത്ത് ഇപ്പോൾ വണ്ടി നിർത്തിയിട്ട് മുമ്പിലിരിക്കുന്ന ഒരു കുട്ടിയെ പ്ലാസ്റ്റിക് കവർ വാങ്ങാൻ വേണ്ടി പറഞ്ഞു വെച്ചു. അപ്പോൾ അവന് തൊട്ടടുത്ത് കണ്ട കട ഒരു ഫ്രൂട്ട്സിൻ്റെ കടയാണ്. അവിടെ പോയിട്ട് കൊട്ട ഉണ്ടോയെന്ന് ചോദിച്ചു. കാസർഗോഡേക്ക് അറിയാം. അപ്പോൾ ഇയാൾ പറഞ്ഞു ഈ ഫ്രൂട്ട്സൊക്കെ വെച്ച കൊട്ടുണ്ട്, അതെങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ അതല്ല ഈ പ്ലാസ്റ്റിക്കിൻ്റെ പോളിത്തീൻ കവർ. ഓ അതാണോ ചോദിച്ചു. അപ്പോൾ കാസർഗോഡ് ഭാഗത്ത് ഈ പോളിത്തീൻ കവറിന് കൊട്ടാന്നാണ് പറയാം അല്ലേ? ചൂലിന് മാച്ചി എന്നാണ് പറയാം. നേരത്തെ ടീച്ചർ പറഞ്ഞ വെയിറ്റ് ആക്കുക എന്ന് പറഞ്ഞില്ലേ, എല്ലാം അവർക്ക് ആക്കലാണ്. ഓട്ടോ ആക്കുക, ചോറാക്കുക അല്ലേ, ടൂറാക്കുക, എല്ലാം ആക്കലാണ്. അപ്പോൾ അത് അവരുടെ ഭാഷയുടെ ഒരു സൗന്ദര്യമാണ്. അപ്പോൾ നമുക്കും നമ്മുടെ ഭാഷയുടെ ഒരു സൗന്ദര്യമുണ്ട്. ഇപ്പം മുടിമക്കുത്തി എന്നുള്ള വാക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളെന്നാണ് മുടിമക്കുത്തി അല്ലേ. എന്താ വാക്കിൻ്റെ ഒരു സൗന്ദര്യം, അതിന് വേറെ രീതിയിൽ എങ്ങനെ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളെ ടീച്ചർ പറഞ്ഞ പോലെ ഭാഷയെ നമ്മൾ സ്നേഹിക്കണം. ഒരു സാധനം പൊസസ് ചെയ്യാനുള്ള, ഓൺ ചെയ്യാനുള്ള ഒരു വഴി എന്താണ്? അതിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യും? അത് നമ്മുടെ വഴിയിലേക്ക് വരും. വാക്കുകളുടെ ഉള്ളിലേക്ക് പോവാം, ഒബ്സർവ് ചെയ്യാം. ഇപ്പം മലയാളത്തിൽ ഒട്ടകം എന്നുള്ള പദം ഉണ്ടായത് എങ്ങനെയാണ്? ഉള്ളിൽ കുറേ അകങ്ങളുള്ള ജന്തുവാണ് ഒട്ടകം എന്ന് പറയില്ലേ. ഒട്ട് അകങ്ങളുള്ള ജന്തുവാണ് ഒട്ടകം. വെള്ളമൊക്കെ കുടിച്ച് 2 ആഴ്ചയൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സംവിധാനമൊക്കെ ഉള്ള ജന്തുവാണ്. മരുഭൂമിയിലെ കപ്പലാണ് നമ്മൾ ഒട്ടകം എന്നൊക്കെ പറയൂലേ. പടിഞ്ഞാറ്, ഞാറെന്ന് പറഞ്ഞാൽ ശരിക്കും ഞായറാണ്. ഞായർ പടിയുന്ന സ്ഥലമാണ് പടിഞ്ഞാറ്. പടി പറഞ്ഞാൽ ബെഞ്ചിനൊക്കെ പറയും. എൻ്റെ വല്യമ്മൊക്കെ ബെഞ്ചിന് പറഞ്ഞിരുന്ന പേര് കുട്ടിയെ പടിമ ഇരുന്നോ എന്നാണ് പറയാം. പടി പറഞ്ഞ ബെഞ്ച്, അല്ലെങ്കിൽ പടി പറഞ്ഞ ഇരിക്കുക എന്നാണ്. അപ്പോൾ ഞായർ പടിയുന്ന സ്ഥലമാണ് പടി. ഇങ്ങനെ വാക്കുകളുടെ ഉള്ളിലേക്ക് പോയിട്ട് അതിനെങ്ങനെ ഇഷ്ടപ്പെട്ട് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നന്നാല് വാക്കുകൾ നമ്മുടെ പിന്നാലെ വരും. ബഷീറിനെ കുറിച്ച് MN വിജയൻ എന്നാണ് നിരൂപകൻ പറഞ്ഞത്. വാക്കുകൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കരഞ്ഞു വിളിച്ച് നടന്നു, ഞങ്ങളെ ഉപയോഗിക്കൂ. ബഷീർ മലയാള ഭാഷയിൽ ഏറ്റവും സൂക്ഷ്മമായ ശബ്ദങ്ങൾ വരെ അങ്ങനെ പിടിച്ചെടുത്തു. അങ്ങനെ ഇരിക്കെ പാത്തുമ്മയുടെ ആടുപെറ്റ് ദും, ആട് പെറ്റ് വീഴുന്ന ശബ്ദം വരെ റസൂൽ പൂക്കുട്ടിയേക്കാൾ വലിയ ശ്രദ്ധയോടെ പിടിച്ചെടുത്ത് ഒപ്പിയെടുത്ത ആളാണ് ബഷീർ. അപ്പം അങ്ങനെ നമ്മൾ വാക്കുകളെ, ഭാഷ വളരുന്നത്, ഭാഷ മാറുന്നത് ശ്രദ്ധിക്കാം. ഞങ്ങളുടെ ഒരു ഉസ്താദുണ്ട്, ഇസാഖ് ഉസ്താദിൻ്റെ പഴയ വീട് പൊളിച്ചിട്ട് പുതിയ വീട് വെച്ചു. അപ്പോൾ പുതിയ വീടിൻ്റെ ഫോട്ടോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരാൾ ഷെയർ ചെയ്തു. അപ്പോൾ താഴെ വന്നിട്ടൊരു നിഷ്കു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. നിഷ്കു ചോദിക്കുകയാണ്, അല്ല ഒരാൾ പറഞ്ഞു പൊളിച്ച വീടില്ലെന്ന്, ഒരാൾ കമൻറ്റ് ചെയ്തു പൊളിച്ച വീടില്ലെന്ന്. അപ്പോൾ താഴെ വന്നിട്ടൊരു നിഷ്കു കമൻറ്റ് ചെയ്യാണ്, പൊളിച്ച വീടോ, ഇത് പുതിയ വീടല്ലേ എന്ന്. പഴയ വീട് പൊളിച്ചിട്ടുണ്ടാക്കിയ വീടാണിത്, ഇതിനെ പറ്റിയാണ് ഒരാളെന്ത് പറഞ്ഞത്, പൊളിച്ച വീടെന്ന്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, പൊളിച്ച വീടോ, ഇത് പുതിയ വീടല്ലേ എന്ന്. അപ്പോൾ ഭാഷ മാറുന്നുണ്ട്. നേരത്തെ നെഗറ്റീവ് സെൻസ് ഉണ്ടായിരുന്നിടത്ത് വാക്കുകൾ തകർത്തു, തിമർത്തു, പൊളിച്ചു, ഇതൊക്കെ പുതിയ സെൻസിൽ വരുന്നു. അപ്പോൾ ഭാഷ മാറുന്നതിന് നമ്മൾ അറിയണം, ഭാഷയുടെ കൂടെ സഞ്ചരിക്കണം, ഏറ്റവും നല്ല വായന നടത്തണം, നല്ല ആളുകൾ സംസാരിക്കുന്നത് കേൾക്കണം. ഇപ്പോൾ സുനിൽ പീളത്തെ പോലെയുള്ള, MN വിജയമാഷ പോലെയുള്ള, അഴീക്കോടിനെ പോലെയുള്ള ധാരാളം പ്രഭാഷകരുണ്ട്.
ഈ പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുക. അപ്പോൾ വായിക്കാൻ മടിയുള്ളവർക്ക് നിർദ്ദേശിക്കാവുന്നൊരു ഒറ്റമൂലിയാണ് പ്രഭാഷണങ്ങൾ കേൾക്കുക എന്നുള്ളത്. ഇതൊക്കെ കേൾക്കുന്നതിലൂടെ നമ്മുടെ ഭാഷ നന്നായി വരും. ഭാഷ നന്നായാലും എന്താണെന്നറിയോ, ആളുകൾ ശ്രദ്ധിക്കും നമ്മളെ, അല്ലേ? നല്ല മരത്തെ അതിൻ്റെ പഴത്തിൽ നിന്ന് അറിയാമെന്നതുപോലെ നല്ല മനുഷ്യനെ അവൻ്റെ വാക്കിൽ നിന്ന് അറിയാമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്, പുതിയ നിയമത്തിൽ. അപ്പോൾ ഒരു മരത്തിൻ്റെ പഴത്തിലൂടെ നമ്മൾ മരത്തെ അറിയുന്ന പോലെ ആളെ അറിയുന്നത് അയാളുടെ വാക്കുകളിലൂടെയാണ്, ഭാഷയിലൂടെയാണ്. ഭാഷ നമ്മൾ നിരന്തരം വായനയിലൂടെയും നിരീക്ഷണത്തിലൂടെയും സംസാരത്തിലൂടെയും സംവാദത്തിലൂടെയും കേൾവിയിലൂടെയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ ക്വസ്റ്റ്യൻ സാറിനോടാണ്. ഞാൻ തിരൂരങ്ങാടിക്ക് അടുത്തുള്ള സ്ഥലത്തു നിന്ന് വരുന്ന ഒരാളാണ്. PSMO കോളേജിന് പൊതുവേ ഒരു അറബിക് കോളേജ് അല്ലെങ്കിൽ മദ്രസ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ താഴ്ത്തി കെട്ടാറുണ്ട്. ഇപ്പോൾ ആരോട് ചോദിച്ചാലും PSMO കോളേജ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും അതൊരു അറബിക് കോളേജ് ലുക്കാണ്, അങ്ങനെ പറയും. എന്തുകൊണ്ട്? പക്ഷെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടേണ്ട ഒരു കാര്യമല്ലേ വാല്യൂ ഓറിയൻറ്റഡ് ക്യാമ്പസ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് പുതുതലമുറയിലെ കുട്ടികൾ അതിനെ അത്രയും താഴ്ത്തി പറയുന്നത്? എവിടെയാണ് പുതുതലമുറയിലെ കുട്ടികൾക്ക് പാളിപ്പോയത്? പണ്ട് ഞങ്ങളെ കോളേജിനെ പറ്റി ഒരു തിരങ്ങാടി എവിടെ വീട്? കുണ്ടൂർ. പൊതുവേ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുണ്ട്. ഇപ്പോൾ ഈ ഡിഗ്രിയുടെ ക്ലാസ്സൊക്കെ തുടങ്ങിയല്ലോ, അവൾക്ക് അഡ്മിഷൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ അവൾ പറഞ്ഞത് എനിക്ക് PSMO കോളേജ് വേണ്ടെന്നാണ്. ഇങ്ങനൊരു ഇമേജ് ഉണ്ടെന്നുള്ള തീർച്ചയാണ്. ഇപ്പോൾ PSMO എന്ന് പറഞ്ഞാൽ P എന്ന് പറഞ്ഞാൽ പോക്കർ സാഹിബാണ്. വലിയ മനുഷ്യനായിരുന്നു പോക്കർ സാഹിബ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കണം. ഞങ്ങളുടെ കോളേജിൽ നിന്ന് ആർട്സ് ഫെസ്റ്റിനൊക്കെ കുട്ടികൾ പുറത്ത് പോകുമ്പോൾ സെൻറ്റ് മേരീസ് കോളേജ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിടിച്ചിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ കുട്ടികൾ പറഞ്ഞിരുന്നത്, പഴയ കാലത്ത് പറഞ്ഞിരുന്നത് ഞങ്ങൾ വരുന്നത് സെൻറ്റ് പോക്കേഴ്സ് കോളേജിൽ നിന്നാണെന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ അത് അവരുടെ മൂല്യത്തിൽ കുറച്ച് നിൽക്കാനും പറയാനുള്ള മടി കൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഫറൂഖ് കോളേജിനൊക്കെ പോലെ വലിയ പാരമ്പര്യമുള്ള ഒരു കോളേജാണ് PSMO കോളേജ്. 1986 കോളേജ് സ്ഥാപിതമാവുന്നത്. അതൊരു യത്തീംഖാനയുടെ ഭാഗമായിട്ട് വന്നതാണ്. 1930 അഥവാ കൃത്യമായിട്ട് 36 മലബാറിൻ്റെ പല ഭാഗത്തും അതിദാരുണമായ മരണം വിതച്ച കോളറയെ തുടർന്നുണ്ടായ അനാഥരായ ബാലികാബാലന്മാരെ വളർത്താൻ വേണ്ടി MK ഹാജി എന്ന കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയൊരു മനുഷ്യനുണ്ടാക്കിയ സ്ഥാപനമാണ് തിരുവങ്ങാടി മുസ്ലിം ഓർഫനേജ്. അതിൻ്റെ കീഴിൽ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പറഞ്ഞ ആർട്സ് കോളേജ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു സംഗതി, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അലുമിനി ഉള്ള ഒരു കോളേജ് PSMO കോളേജാണ്. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ടീച്ചറെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആളുകൾ, അവിടെ വരുന്ന ആളുകൾ എന്തൊക്കെ പഴി കേട്ടിട്ടാണ് അവിടെ നിൽക്കുന്നതെങ്കിലും വരുന്നെങ്കിലും അവർ തിരിച്ചു പോകുമ്പോൾ ഒരുപാട് സ്നേഹമായിട്ടാണ് അവർ തിരിച്ചു പോകുന്നതും ആ സ്നേഹം അവർ നിരന്തരം തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തും അതിൻ്റെ അലുമിനി അസോസിയേഷനുകളുണ്ട്. നിരന്തരം കോളേജുമായിട്ട് ബന്ധപ്പെടുന്നു, കോളേജിനെ സഹായിക്കുന്നു. ഞങ്ങളുടെ കോളേജിൽ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ലേക്ക് ഒരു മേജർ പോർഷൻ തരുന്നത് അവിടുത്തെ അലുമിനിയാണ്. അപ്പോൾ നീ ചോദിച്ച പോലെ നമുക്ക് ഇതിനോടൊരു പേടിയുണ്ട്, അവിടെ പോയാൽ നമ്മൾ പെട്ടുപോവോ, നമ്മൾ അകപ്പെട്ടു പോകുമോ എന്നുള്ളത്. അതുകൊണ്ട് വരുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വർഷങ്ങളായിട്ട് സീസോൺ എന്ന് പറയില്ല, സീസോൺ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ, ഈ കലോത്സവമാണ്. മലപ്പുറം ജില്ലയിലെ കോളേജുകളിൽ പങ്കെടുത്തുകൊണ്ടുള്ള ഇതിന് പറയുന്ന പേരാണ് സീസോൺ. സീസോണിൽ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കോളേജ് 17 വർഷമൊക്കെ തുടർച്ചയായിട്ട് ചാമ്പ്യന്മാരായിട്ടുണ്ട്. ഇപ്പോൾ ഇടക്കാലത്ത് അത് വന്നത് മമ്പാട് കോളേജൊക്കെയാണ്, MBS കോളേജൊക്കെയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്? ഒരു മദ്രസയിൽ നിന്ന് എങ്ങനെയാണ് എല്ലാ തരത്തിലുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും അവിടെ അവസരമുണ്ട്. കുച്ചിപ്പുടി ആവട്ടെ, നാടോടി നൃത്തമാവട്ടെ, മാപ്പിള പാട്ടാവട്ടെ, ഒപ്പനയാവട്ടെ, വട്ടപ്പാട്ടാവട്ടെ, ഇതിലൊക്കെ നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രൈസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അവസരങ്ങൾ അവിടെ ഉണ്ട്. എന്തുകൊണ്ടോ ഒരു ഇമേജ് അങ്ങനെയുണ്ട്. അതിനെ പൊളിച്ചെഴുതേണ്ടത് കുണ്ടൂരിൽ നിന്നൊക്കെയുള്ള നിങ്ങളെപ്പോലെയുള്ള പാവം വിദ്യാർത്ഥികളാണെന്നാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. രണ്ടാളോടും കൂടിയാണ്. ഇപ്പം വിപുലമായ ഈ ഒരു സമൂഹത്തിൽ മുസ്ലിം സ്ത്രീ എന്ന് പറയുമ്പം ഒരു സ്ത്രീയുടെ വ്യക്തിത്വം, അതല്ലെങ്കിൽ മുസ്ലിം സ്ത്രീയുടെ വ്യക്തിത്വം എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു, അതല്ലെങ്കിൽ എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. മുസ്ലിം സ്ത്രീയുടെ വ്യക്തിത്വം, ഈ ചോദ്യത്തിന് 2 തരത്തിൽ ഉത്തരം പറയാം. ഒന്ന്, നമ്മളെങ്ങനെയാണ് നമ്മളെ നിർണ്ണയിക്കുന്നത്.
2 പൊതുസമൂഹം എങ്ങനെയാണ് ഒരു മുസ്ലിം സ്ത്രീയെ കാണുന്നത്. അപ്പം ഇതിൽ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അനുഭവം ഞാൻ പറയാം. ഒരിക്കലും ഞാനൊരു സാഹിത്യ ക്യാമ്പിൽ പോയി. അങ്ങനെ കുറച്ച് നിങ്ങളുടെ പ്രായത്തിലാണ്, ചെറുപ്പം, ഇപ്പോഴും ചെറുപ്പാട്ടോ. ഞാനൊരു സാഹിത്യ ക്യാമ്പിൽ പോയി. അങ്ങനെ സാഹിത്യ ക്യാമ്പിൽ ചെന്നപ്പം എനിക്കറിയാലോ കുറേ ആൾക്കാരുണ്ട്, സാഹിത്യകാരന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ ഉണ്ട്. ക്യാമ്പാണ്, റെസിഡൻഷ്യലാണ്. അങ്ങനെ ക്യാമ്പിൻ്റെ സമയത്ത് ഇപ്പോൾ ഉച്ച സമയമായി, അപ്പം നിസ്കരിക്കാനുള്ള സമയമായി. അപ്പം ഞാനൊരു ബെഞ്ച് കൂട്ടിയിട്ട് നിസ്കരിച്ച് അങ്ങനെ പിന്നെ വൈകുന്നേരം ഇങ്ങനെ നമ്മുടെ അവതരണങ്ങൾ നടക്കണം. അപ്പോൾ കവിത ചൊല്ലണം, നമ്മൾ സ്വന്തം കവിത അവതരിപ്പിക്കണം. അപ്പോൾ അതുവരെ എന്നെ ആരും മൈൻഡ് കാരണം ഞാനവിടെ നമ്മളെ കണ്ടാൽ നമ്മളൊരു സാഹിത്യകാരിയാണെന്ന് തോന്നൂല. അപ്പോൾ കവിത ചൊല്ലാതെ സമയം വന്നപ്പോൾ ഇങ്ങനെ വിളിക്കണം. അപ്പോൾ പൊതുവിൽ എനിക്കൊരു മടി. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ 2 തരത്തിൽ ആലോചിച്ചു. ഒന്ന്, ഞാൻ അവിടെ ചുറ്റുപാട് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഞാൻ എൻ്റെ കവിത ഇവിടെ നന്നായാലും ഇല്ലെങ്കിലും ചൊല്ലേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നി. കാരണം നമ്മളിങ്ങനെ വലുതായി വരുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ ഒരു മുസ്ലിം സ്ത്രീകളുടെ സമൂഹത്തിലുള്ള അവസ്ഥകളെ പറ്റിയിട്ടൊക്കെ നമ്മളിങ്ങനെ പഠിച്ച് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് അനുഭവിച്ചു ഇങ്ങനെ വരികയാണ്. അപ്പം ഞാൻ ഉറപ്പിച്ചു, ഞാനിവിടെ എന്തായാലും ഒരു കവിത ചൊല്ലും, എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല. അപ്പം ഞാൻ എന്നിട്ട് എൻ്റെ ഒരു പാവപ്പെട്ട ഒരു കവിത ഞാൻ ധൈര്യപൂർവ്വം അവിടെ പോയിട്ട് ചൊല്ലുണ്ടായി. അപ്പോൾ അത് ഞാൻ കവിത ചൊല്ലിയെന്ന് പറയാനല്ല കേട്ടോ. ഈ ലോകത്ത് എത്രയോ കവിതാ ക്യാമ്പുകൾ, എത്രയോ എല്ലാവരും കവിത ചൊല്ലുന്നത് വലിയ കാര്യം ഉണ്ടായിട്ടല്ല. അപ്പം ഞാനത് അന്ന് ചെയ്യാനുള്ളൊരു കാരണം, നമ്മളത് ഉച്ചക്ക് തോറുസ്കരിക്കുകയും ഒരു മതപരമായിട്ടുള്ള വസ്ത്രം ധരിക്കുകയൊക്കെ ചെയ്ത ഞാൻ ഒരു കവിത ചൊല്ലേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടാണ്. അന്ന് എനിക്ക് 17 വയസ്സാണ് എനിക്ക് തന്നത് എന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു പല സ്ഥലങ്ങളിലും നമ്മൾ അഭിപ്രായങ്ങൾ നമ്മുടെ ആളുകൾ ചോദിക്കുമ്പോൾ ആ അഭിപ്രായങ്ങളൊന്നും പറയാതെ നമ്മൾ അവിടെ ഒരു പാവപ്പെട്ട ഒരാളായിട്ട് നമ്മളിങ്ങനെ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുസ്ലിം സ്ത്രീകൾ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ ധാരണ, നിങ്ങളുടെ സംസ്കാരം ഇതൊന്നും ആരും കേൾക്കൂല. ഇപ്പോൾ ഞാൻ എൻ്റെ മക്കള് പിന്നെ വായിക്കുന്ന സമയമായപ്പോൾ ഞാനിങ്ങനെ ബാലസാഹിത്യങ്ങളിങ്ങനെ നോക്കി. അപ്പോൾ ബാലസാഹിത്യങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു മുസ്ലിം പശ്ചാത്തലം എന്ന് വെച്ചാൽ പെരുന്നാളൊക്കെ ഉള്ള, നോമ്പൊക്കെ ഉള്ള, ഒരു നമ്മളുടെ സാധാരണ വല്യപ്പയും വല്യമ്മൊക്കെ ഉള്ള കഥകളൊക്കെ വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കിയപ്പം അവസാനം ഞാനൊരു വഴി കണ്ടുള്ളൂ. എന്നെക്കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം ചെയ്തത്, ഞാനൊരു ബാലസാഹിത്യം എഴുതി, ഒരു വല്യപ്പയും വല്യമ്മയും പെരുന്നാളൊക്കെ ഉള്ള. അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും ചെയ്യാതിരിക്കുകയും നമ്മൾ ചെയ്യാതെ ഇങ്ങനെ സിറ്റ് ബാക്ക് ചെയ്തിട്ട് നമ്മളുടെ ആളുകളൊന്നും ഇവിടെ ഇല്ല, നമ്മളുടെ കഥകളില്ല, സ്ത്രീകൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ വ്യക്തിത്വം നമ്മൾ നിർണ്ണയിക്കുന്നത്, നമ്മൾ തീരുമാനിക്കുന്നതാണ്, നമ്മളെ പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അക്കാദമിക് ഫീൽഡിൽ വരുമ്പോൾ നമ്മളോട് നിങ്ങൾ സംസാരിക്കണോ? അതെ ഞാൻ സംസാരിക്കാം. നമുക്ക് അറിയാത്തതാണെന്നുണ്ടെങ്കിൽ പഠിച്ചിട്ട് സംസാരിക്കാം. നമുക്ക് തീരെ പറ്റാത്ത, അപ്പം എന്നോട് നിങ്ങൾ ആറ്റം ബോംബിനെ കുറിച്ചോ അല്ലെങ്കിൽ ആറ്റം ഫാക്ടറിനെ പറ്റിയിട്ട് സംസാരിച്ചൊക്കെ ഒരു ഐഡിയ ഇല്ല, ഞാൻ ഓടി രക്ഷപ്പെടും. അപ്പോൾ അത് പറ്റില്ല. പക്ഷെ എനിക്ക് പറ്റാവുന്ന വിഷയങ്ങൾ വരുമ്പോൾ ഞാനത് സംസാരിക്കും. അപ്പം നമുക്ക് പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ ഞാൻ സംസാരിക്കണത് എനിക്ക് പോയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാനൊരു പ്രതിനിധി എന്നുള്ള നിലക്ക് നമ്മൾ സംസാരിക്കേണ്ടത് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചെയ്താൽ മാത്രമേ, ഇപ്പോൾ നമ്മളിങ്ങനെ അറിയാണ് നമ്മളുടെ പറ്റിയുള്ള കഥകളില്ല. ഇപ്പോൾ പിന്നെ പൊയ്കയിലപ്പച്ചൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ അദ്ദേഹം പറയാണ്, എവിടെ നമ്മളുടെ മനുഷ്യന്മാരൊക്കെ എവിടെ സമൂഹത്തിൽ ജാതീയമായിട്ട് താഴ്ന്ന ആൾക്കാരെ കണക്കാക്കപ്പെട്ടവരുടെ ചരിത്രം എവിടെ? നമ്മുടെ ചരിത്രമില്ല, നമ്മുടെ ചരിത്രം ഉണ്ടാവില്ല. അത് ആരെങ്കിലും എഴുതണ്ടേ? അത് എഴുതാനുള്ള സമയമാണ് ഇപ്പൊ എഴുത്തും വായനയും അത് പബ്ലിഷ് ചെയ്യാനും ഒക്കെ കഴിവുള്ള നിങ്ങളൊക്കെ ഇരുന്നിട്ട് കേരളത്തിലുണ്ടായിരുന്ന മുസ്ലിം വനിതകളെ പറ്റിയിട്ട്, കേരളത്തിലെ മുസ്ലിം സ്ത്രീയെ പറ്റിയിട്ട് എഴുതാൻ നിങ്ങൾ തയ്യാറല്ല. നിങ്ങൾ ഇരുന്നിട്ട് നിലവിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അത് നിർത്തിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോൾ തയ്യാറാവുന്നു അപ്പം നിങ്ങൾ മുസ്ലിം സ്ത്രീയുടെ വ്യക്തിത്വം എവിടെ ഉണ്ടാകും. നമുക്കൊരിടത്ത് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇന്ന ആൾക്ക് ഇന്ന ക്വാളിറ്റി, ആ സ്ത്രീ വരുന്നുണ്ടല്ലോ അവർക്ക് ഇന്ന ക്വാളിറ്റി ഉണ്ട്, അവർക്ക് ഇന്ന വിഷയങ്ങളിൽ നിലപാടുണ്ട്, അവരുടെ സ്റ്റാൻഡ് വിട്ടു പോവാത്ത ആളാണ് എന്ന് ചുറ്റുമുള്ള കുറേ ആളുകളുള്ള, ഏത് പുരുഷന്മാരോ സ്ത്രീകളോ ഏതാരും ഇരുന്ന ഒരു റൂമിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു റെസ്പെക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ റെസ്പെക്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് നിങ്ങൾ പണിയെടുക്കണം.
അത് ചെയ്യാനാണ് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉള്ളത്. അപ്പോൾ അതിലേക്കുള്ളൊരു വളർച്ചയാണ് നമുക്കിപ്പോൾ ഈ പരിപാടി പോലും വെക്കുന്നത് എന്തിനാണ്? അതിനൊരുപാട് ചിലവുകളുണ്ടാവും. ഈ പരിപാടി എന്തിനാണ് വെക്കുന്നത്? നിങ്ങളുടെ അക്കാദമിക് സമയത്തു നിന്നൊക്കെ എടുത്തിട്ട് ഈ പരിപാടി സൈത്തോനും ഇവിടെ നടക്കുന്നത് ഈ കേൾക്കുന്ന ഈ പെൺകുട്ടികളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ്. അത് ഒരാൾക്കെങ്കിലും അത് ഉണ്ടാകുമ്പോൾ ഈ പരിപാടി സാർത്ഥകമായത്. ആ സൈത്തോണത്തെ കുട്ടികൾ ഇങ്ങനത്തെ പരിപാടി, ഇത് മാത്രമല്ല പൊതുസമൂഹത്തിലുള്ള പരിപാടികളിലേക്ക് ഒരു ഗസ്റ്റായിട്ട് കടന്നു വന്ന് 4 അക്ഷരം സംസാരിക്കുമ്പോൾ അത് ആ ആൾക്ക് മാത്രമല്ല, അത് ആ സമൂഹത്തിൽ മുസ്ലിം സ്ത്രീക്കാണ് എന്നുണ്ടാകുന്നത്. അതിൻ്റെ റെസ്പെക്റ്റ് കിട്ടുന്നത്, പൊസിഷൻ കിട്ടുന്നത്. അപ്പോൾ അതിലേക്ക് വളരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നിർണ്ണയിക്കുന്നതാണ് നമ്മളുടെ വ്യക്തിത്വം. ഇതിന് ആഡ് ചെയ്യാനുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ കാര്യത്തിലെടുക്കുമ്പോൾ എക്സാമ്പിളായിട്ട് തന്നെ ഇപ്പോൾ മാം പറയുന്ന സമയത്ത് നമ്മളുടെ പോലത്തെ ഒരു കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞു. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഇസ്ലാമിക് ക്യാമ്പസിലേക്ക് എന്നെ വിളിച്ചിട്ടൊരു 1 hour ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഓറിയൻറ്റേഷൻ മാത്രം പറഞ്ഞു. നിങ്ങൾക്ക് ഇന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവിടെ ഇത്രയും കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവിടെ ഗ്രാജുവേഷനും കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് കിട്ടാൻ ചാൻസ്, അതായത് അവരുദ്ദേശിച്ചത് അതല്ലായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു ഐഡൻറ്റിറ്റിയിൽ പോകുമ്പോൾ, ഒരു മുസ്ലിം സ്ത്രീയായി പോകുമ്പോൾ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഉസ്താദ് പറഞ്ഞു, 3 കൊല്ലം പഠിച്ച് ഇവർക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഈ 15 പേർക്കും ഇങ്ങനെ ഇറങ്ങാൻ കഴിയുമെന്നുള്ളൊരു കാര്യമായിരുന്നു. സോ മാം പറഞ്ഞതുപോലെ അൺടിൽ വി എക്സ്പീരിയൻസ് ആൻഡ് അൺടിൽ വി ക്യാൻ, വി ആർ പ്രൂവിങ് ദാറ്റ് വി ക്യാൻ ചേഞ്ച് ഇറ്റ്. അത് അവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് ഇത്രയും കഴിവുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ജെയ്ത്തോൻ മെൻഷൻ ചെയ്ത സമയത്ത് റീമെൻഷൻ ചെയ്യുമ്പോഴാണ് എൻ്റെ അവിടെയുള്ള പല ഫ്രണ്ട്സും കാണുന്നത്, ഓ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോവുമോ, ഇങ്ങനെയൊക്കെ ഫോട്ടോസൊക്കെ ഇടുവോ? അതിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഹിജാബ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇല്ല എന്നുള്ളൊരു സാധനത്തെ ബ്രേക്ക് ചെയ്യാൻ നമ്മളത് ചെയ്യണം, നമ്മളതിന് മുമ്പിൽ കാലെടുത്ത് വെക്കണം എന്നുള്ളതാണ്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടോ? അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ മാമിനോടാണ്. മാം പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോഴും നമ്മുടെ ഈ മോഡേൺ ആയിട്ടുള്ളൊരു പീരീഡിൽ എന്തിനാണ് പൊളിറ്റിക്സ്, ഞാനൊരു സ്ത്രീയല്ലേ, എനിക്ക് ഇതൊക്കെ അറിയിട്ട് കാര്യമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം സ്ത്രീ സമൂഹം തന്നെയുണ്ട് നമ്മളുടെ ഇടയിൽ. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളോ മാമിനുള്ളൊരു അഡ്വൈസ് എന്താണെന്നാണ് ഒരു ക്വസ്റ്റ്യൻ. ഈ അഡ്വൈസ് തരാന്ന് പറഞ്ഞാൽ നമ്മൾ ഹയർ പൊസിഷനിൽ നിന്നിട്ട് തരണം. അപ്പോൾ അങ്ങനെ തരാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ അഭിപ്രായം പറയാം. അഭിപ്രായം ആർക്കും പറയാനോ. പിന്നെ നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ താരതമ്യേന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെയാണോ നമ്മൾ പറയണത്? അങ്ങനെ തന്നെയാണ് താനും. ഒരു കുറച്ചൊക്കെ എന്താണ്, ഒരു സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള ഒരു സെക്യുലറായിട്ടുള്ള അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ്. ആണിനും പെണ്ണിനും ഒക്കെ ഒരു കുഴപ്പമില്ലാണ്ട് ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പക്ഷെ കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ഇനി അടുത്ത കാലത്ത് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് അറിയില്ല, നമ്മുടെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞു. നേരെ മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് കുറവാണോ എന്ന് വിചാരിക്കുന്ന സംസ്ഥാനങ്ങളിലും അതുണ്ട്. അപ്പം എഡ്യൂക്കേഷനും സമൂഹത്തിലുള്ള സ്ത്രീകളുടെ ഇടപെടലുകളും തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നം അതുണ്ട്, നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരുപാട് രാഷ്ട്രീയ സംഘടനകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പോൾ ആ സംഘടനകളിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടുമ്പോൾ, ഒരു സ്ഥാനം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളുടെ മുമ്പിൽ വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ അതിൽ അഭിപ്രായം പറയാനും ഒരു രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഞാൻ ഈ കക്ഷി രാഷ്ട്രീയം മാത്രമല്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും പാർട്ടികളിൽ പോയിട്ട് മുസ്ലിം ലീഗ് ചേരാം, CPM-ൽ ചേരാം, കോൺഗ്രസ്സിൽ ചേരാം, അങ്ങനെയല്ല. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മളുടെ ചുറ്റും കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മളുടെ നിലപാടുകളാണ്. അപ്പോൾ ആ നിലപാടുകൾ ഉണ്ടാക്കുക തന്നെ വേണം. ഇപ്പോൾ നോക്കൂ, കുറച്ച് നിങ്ങൾ ഒരു റീസെൻ്റായിട്ട് നമ്മളുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല നിലപാടുകൾ പറയണ ചാനലിലൊക്കെ നല്ല ചർച്ചകളിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതൊരു വളർച്ചയാണ്. പക്ഷെ നമുക്ക് ഈ വളർച്ചയൊക്കെ ഉണ്ടെങ്കിലും ഇത് പോരതിൻ്റെ ഗ്രോത്തിൻ്റെ റേറ്റ് കുറവാണ് ശരിക്കും. അപ്പോൾ അത് മാറണമെങ്കിൽ നമ്മളെല്ലാവരും മുന്നോട്ട് വരിക തന്നെ വേണം എന്നത് മാത്രമേ ഉള്ളൂ. എങ്ങനെ നമുക്ക് എണീച്ച് നിന്ന് ചോദ്യം ചോദിക്കാനുള്ള ഒരു ധൈര്യം
എങ്ങനെ നിങ്ങൾക്ക് ഇത്രമാത്രം നിങ്ങൾ സംസാരിച്ചല്ലോ, അതുകൊണ്ട് ചോദിക്കുക, എങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ ധൈര്യം വന്നു? അല്ലെ ഇതിൻ്റെ പിന്നിലുള്ള സീക്രട്ട് എന്താണ്? ഉറപ്പായിട്ടും ഇതിൽ മാത്രമുള്ളതല്ല, അക്കാഡമിക്സിൻ്റെ കാര്യത്തിലായാലും ഇവിടുത്തെ സാറുമാരെ പേടിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ചോദിക്കാൻ എന്തോ ഒരു പേടി, അതാണ്. അത് എങ്ങനെ നിങ്ങൾ മാറ്റിയെടുത്തു എന്നുള്ള ഇതാണ്. അതിപ്പോ ചോദിക്കാനുള്ള അവസരങ്ങൾ കിട്ടണം, നല്ല അധ്യാപകരെ കിട്ടണം. നല്ല അധ്യാപകരുണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ പിന്നെ അടുത്തത് എന്താണ്? ചോദിക്കുക എന്നുള്ളതാണ്. ഞാൻ എടുത്തേ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരു വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു സാർ, ഞാൻ വളരെ കാര്യങ്ങൾക്ക് ഞാൻ TTC +2 കഴിഞ്ഞ് TTCക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സാർ എന്നോട് പറഞ്ഞു, എന്നെ ഇങ്ങനെ കണ്ടപ്പോൾ വളരെ കാലത്തിന് ശേഷം കാണണം. അപ്പോൾ മൂപ്പർ എന്നോട് പറയാം, എൻ്റെ TTIയിൽ ക്യാമ്പിൻ്റെ സമയത്ത് വന്നതാണ് മൂപ്പരും. ആകെ 10 ചോദ്യം ചോദിച്ചോളൂ, അതിൽ 6 ചോദിച്ചത് ഈയാണ്. അപ്പോൾ ഇത് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, അതിനുള്ളൊരു കാരണം, അങ്ങനെ ചോദിക്കാനുള്ളൊരു അവസരത്തിലൂടെയാണ് ഞാൻ വന്നത്. എനിക്ക് അവസരം കിട്ടിയതുകൊണ്ടാണ്. അല്ലാതെ നമുക്ക് നമ്മളുടെ സ്വന്തം ഒരു താല്പര്യത്തിലോ നമുക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ കുറവായിരിക്കും. ഇപ്പോൾ സിറ്റുവേഷനുകൾ ഉണ്ടാവും. ഇപ്പോൾ തന്നെ നിങ്ങളിപ്പോൾ എത്ര പേര് ചോദിച്ചു? ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഇയാളിപ്പോൾ ചോദിച്ചല്ലോ, ഇത് ഇയാൾക്ക് മൈക്കിലൂടെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ് ഇയാൾക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനത്തെ ഇപ്പോൾ ഫർസാനപ്പോൾ ചോദിക്കേണ്ട, ഇതൊരു 1 വേ അല്ല, ഇതൊരു 2 വേ ആണ്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് മുറികളിലും അങ്ങനെ 2 വേ ആയി മാറുമ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാകും. പിന്നെ അതിലുള്ളൊരു കാര്യം, ചില പരിപാടികളൊക്കെ നമ്മൾ പോകുമ്പോൾ ഇവിടെ ഒന്നും അല്ല കേട്ടോ, ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി. അങ്ങനെ ചോദ്യം ഉണ്ടാക്കി ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ചോദ്യം ഉണ്ടെങ്കിൽ അത് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ ഒരു കണ്ടീഷൻ പറഞ്ഞില്ല, അന്ന് ഒരു ചെറുപ്പമായതുകൊണ്ട് നമുക്ക് ചെറുപ്പത്തിലുള്ള കുറേ സ്വഭാവം ചില വൈകല്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 6 ചോദ്യം ഒരു ഗസ്റ്റിനോട് ഞാൻ ചോദിച്ചെങ്കിൽ അത് എൻ്റെ ഒരു മോശമായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. പക്ഷെ ഇപ്പോൾ എന്ത് ഞാൻ ചോദിക്കില്ല, പകരം നമുക്ക് ചോദിക്കേണ്ട 1 or 2 ചോദ്യങ്ങൾ നമുക്ക് തോന്നുന്നത് എല്ലാവർക്കും അറിയണം എന്നുള്ളത് ചോദിക്കും. അപ്പോൾ അതിലും ഒരു വിവേചന ബുദ്ധിയൊക്കെ നമുക്ക് വേണം. ചില പ്രോഗ്രാമിലൊക്കെ തോന്നുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനും ഷെരീഫ് സാറും ഫർസാനയൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കണം. അങ്ങനെ കേട്ടവർക്ക് മാത്രമാണ് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവുക. അപ്പോൾ മാത്രമല്ല നമുക്ക് സംശയങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊരു പുസ്തകം വായിക്കുന്നു, അപ്പോൾ വായിക്കുമെങ്കിൽ നമ്മൾ അത് ഇൻവോൾവ് ചെയ്യും. നമ്മൾ ഒരു പ്രഭാഷണം കേൾക്കാണ്, അപ്പോൾ നമ്മൾ നന്നായി കേൾക്കുന്നു, നന്നായി വായിക്കുന്നു, നമ്മളൊരു ചർച്ച കാണുന്നു, കേൾക്കുന്നു. അപ്പോൾ നമ്മളുടെ ബുദ്ധി അതിൽ ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചോദ്യം ഉണ്ടാവും. പിന്നെ ധൈര്യം, അത് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ, നമുക്ക് നമ്മൾ ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇനി നമ്മൾ അത്ര മോശമല്ല എന്ന് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എണീറ്റ് നിന്നിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റും. ഇനി എണീറ്റ് നിന്ന് ചോദ്യം ചോദിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർ മോശക്കാരല്ലോ, അതുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ സംസാരിക്കാനുള്ള കഴിവുണ്ടാവണം എന്നില്ല. ഇപ്പോൾ ചിലർക്ക് എഴുതി ചോദിക്കാനായിരിക്കും കഴിവുണ്ടാവാം. ചിലർക്കിപ്പോൾ നമ്മളിവിടെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞു, ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ സുഹൃത്തിനോട് പറയാനായിരിക്കും കഴിവുണ്ടാവാം. അല്ലെങ്കിൽ ഇതിന് മനസ്സിലിട്ട് ആലോചിച്ചിട്ട് ഈ വിഷയത്തിൽ ഒരു ലേഖനം എഴുതാനായിരിക്കും കഴിവുണ്ടാവുക. അപ്പോൾ നമ്മൾക്കിടയിൽ ഇത്തരം വൈവിധ്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നിൻ്റെ മേലിലുള്ളതല്ല. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ്. കാരണം നിങ്ങൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നല്ല നല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മാക്സിമം ആൾക്കാർ, ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ പരിപാടിയല്ലേ, ആളുകൾ വരുമ്പോൾ ഏറ്റവും നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരും അതിനെ ബ്രെയിൻ സ്റ്റോമിങ് നമ്മൾ പറയും, അതിനെ പറ്റിയിട്ട് ആലോചിക്കാൻ പറ്റും. അപ്പോൾ ധൈര്യപൂർവ്വം എണീറ്റ് എന്ന് ചോദിക്കുക. നിങ്ങൾ വളരെ മിടുക്കികളായിട്ടുള്ള പെൺകുട്ടികളാണ്, വളരെ ശക്തരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ചോദ്യത്തിനെ പറ്റിയിട്ട് ബേജാറൊന്നും വേണ്ട, എണീറ്റ് നിന്നിട്ട് അങ്ങോട്ട് ചോദിക്കുക തന്നെ, അത്രേ ഉള്ളൂ. നിങ്ങൾ മലയാളം ടീച്ചറാണ് അല്ലെങ്കിൽ പ്രൊഫസറാണ് എന്നുള്ളൊരു ഇതിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പം ഈ മഴ പെയ്തു പുയാവെള്ളം കര കവിഞ്ഞൊഴുകുമ്പോൾ, അങ്ങനെ ഒരു പണ്ടത്തെ ഒരു കവിത ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ മലയാളം എന്ന് പറയണത് ഇപ്പോൾ മഴ എന്ന് പറയുന്നതാണോ മഴ എന്ന് പറയുന്നതാണോ ശരിയെന്ന് തീരുമാനിക്കണത് ഒരു ടെക്സ്റ്റ് വെച്ചപ്പോൾ മലയാളത്തിന് ഒരു ടെക്സ്റ്റായിട്ട് നമ്മൾ അവിടെ കാണിക്കുന്ന സാധനമാണോ മലയാളം, അല്ലാതെ നമ്മൾ സംസാരിക്കണം ഇപ്പോൾ മഴ അല്ലെങ്കിൽ എന്താ എനിക്കൊന്ന് കൊടുത്തുകൂടാടി ആ പറയുന്ന യൂസേജിനെയാണോ, ഏതിനാണ് നമ്മൾ മലയാളം അയച്ച് കാണിക്കണ്ടേ? ഭാഷ ഉണ്ടാകുന്നത് ഒരിക്കലും യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ക്ലാസ് റൂമിൽ നിന്നോ ഗവേഷകരുടെ അടുത്തൊന്നും അല്ല.
അത് സാധാരണക്കാരുടെ അടുത്തു നിന്നാണ്, കടപ്പുറത്തുനിന്നോ മീൻ വെക്കുന്നിടത്തു നിന്നോ മാർക്കറ്റിൽ നിന്നോ ഒക്കെയാണ് അല്ലേ. ഇപ്പോൾ ജനാല എന്ന് പറഞ്ഞ പദം മലയാളമാണല്ലോ അല്ലേ. ജനൽ എന്ന് പറയും. എവിടെ നിന്ന് വന്നതാണ്? പോർച്ചുഗീസിൽ നിന്ന് വന്നതാണ്. പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്, ഒരുപാട് കൾച്ചറുണ്ട്, ഒരുപാട് രീതികളുണ്ട്, വിഭവങ്ങളുണ്ട്. കോഴിക്കോട് മുട്ടമാലുണ്ട്. മുട്ടമാല പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന വിഭവമാണെന്ന് പറയുന്നത്. നിങ്ങൾ കുറ്റിച്ചിറക്കാരെ അഭിമാനിക്കേണ്ട ഞങ്ങളുടെ ആണെന്ന്. അപ്പോൾ ഇങ്ങനെ പലയിടത്തുനിന്ന് വന്നിട്ടാണ് ഭാഷ ഉണ്ടാവുന്നത് അല്ലേ. പിന്നെ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യാണ്, അതിനെ ക്രമീകരിക്കുകയാണ്, അതിന് നിയമങ്ങൾ കൊണ്ടുവരികയാണ്. ഭാഷയിൽ ആദ്യം വ്യാകരണം ഉണ്ടാവുന്നില്ല, വ്യാകരണം പിന്നീട് ഘട്ടത്തിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ചിലതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നു, മാനകം എന്ന് പറയുന്നു, ചിലതിനെ നമ്മൾ ഡയലക്റ്റ് എന്ന് പറയുന്നു. ഞാൻ നേരത്തെ സംസാരിച്ച് പറഞ്ഞു, രണ്ടിനും രണ്ടിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഭാഷയുടെ ഓജസ് ഭംഗി തീർച്ചയായിട്ടും നിലനിൽക്കുന്നത് നാട്ടുഭാഷയിലാണ്. കാസർഗോട്ടുകാരനായ ഒരാൾ കുറേ കാലം ഗൾഫിൽ നിന്നിട്ട് അയാൾ നാട്ടിൽ വരാൻ വേണ്ടി ഫ്ലൈറ്റിൽ കയറി. അയാളുടെ ഇടത്തെ ഭാഗത്ത് തൃശ്ശൂർക്കാരനുണ്ട്, അയാളുടെ വലത്തെ ഭാഗത്ത് വേറൊരു കാസർഗോട്ടുകാരനുണ്ട്. അയാൾക്ക് കംഫർട്ടബിളായിട്ട് സംസാരിക്കാൻ പറ്റിയ ആരോടാണ്? വലത്തെ ഭാഗത്തിരിക്കുന്ന കാസർഗോട്ടുകാരനാണ്. കാരണം അത് കുറച്ചുകൂടി അയാളുടെ ഹൃദയത്തോട് ആത്മാവിനോട് അടുത്ത ഭാഷയാണ്. കൽപ്പറ്റ വിജയൻ എന്ന് പറഞ്ഞ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയും എഴുത്തുകാരനായിട്ടുള്ള അദ്ദേഹം പറയുന്നുണ്ട്, ഈ വാമൊഴി ചുംബനം പോലെയാണ്, വരമൊഴി ഹസ്തദാനം പോലെയാണ്, കൈ കൊടുക്കുന്ന പോലെയാണ്. അത് രണ്ടിനും നമ്മൾ വ്യത്യാസം മനസ്സിലായില്ലേ? ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതും നമ്മുടെ ഉമ്മയെ കിസ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം അല്ലേ. അത് ഇപ്പോൾ വാമൊഴിയിൽ പറയുമ്പോൾ അത് വളരെ അടുത്താണ്, വരമൊഴിയിലാകുമ്പോൾ കുറച്ചും കൂടി ഒഫീഷ്യലാണ്. ഈ വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ ഒഫീഷ്യലായിട്ട് സംസാരിക്കേണ്ട സ്ഥലങ്ങളിൽ പോയിട്ട് മയ എന്ന് പറഞ്ഞാൽ ഇയാൾ ഏതാണെന്ന് ചോദിക്കും ചിലപ്പോൾ അല്ലേ. അവിടെ നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എന്ത് ചെയ്യണം? സ്വീകരിക്കണം. രണ്ടിനുള്ള പ്രത്യേകത. ഇപ്പോൾ ബഷീറിൻ്റെ ഭാഷയുടെ സൗന്ദര്യം, ഒബിവിജൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചാൽ നിങ്ങൾക്കറിയാം, അതിലതിൻ്റെ അവിടുത്തെ പാലക്കാട്ടൻ ഭാഷയുടെ ഒരു സൗന്ദര്യമുണ്ട്. അപ്പോൾ അത് നാട്ടുഭാഷയ്ക്ക് അതിൻ്റെ ഭംഗിയും മൂല്യവും അതിൻ്റെ ഒരു വേറിട്ട് നിൽപ്പൊക്കെ ഉണ്ട്, ഒരു തനിമയൊക്കെ ഉണ്ട്. അത് പ്രധാനമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ പോലെ വായനയിലൂടെയും ചർച്ചയിലൂടെയൊക്കെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം മാനക ഭാഷ എന്ന് പറയും, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ടീച്ചർ കൂടി പറയും. ഷെരീഫ് സാർ പറഞ്ഞു തന്നെയാണ്, മഴയും മലയാളമാണ്, മഴയും മലയാളമാണ്, ഇതൊക്കെ മലയാളമാണ് എന്ന് നമ്മൾ അംഗീകരിക്കേണ്ട വേണം. രണ്ടിനും രണ്ടിൻ്റേതായിട്ടുള്ള ഇടങ്ങളുണ്ട്. ഇപ്പോൾ അതാ മാഷ് പറഞ്ഞത്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചില രീതിയിൽ സംസാരിക്കേണ്ടി വരും. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു നമ്മൾ എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്തിനെ പറ്റി സന്ദർഭത്തിനെ പറ്റിയിട്ടൊരു ബോധം നമുക്കുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഭാഷ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഒന്നിനേക്കാൾ മേലെയല്ല, രണ്ടും എന്താണ് അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം രണ്ടിനും ഉണ്ട് എന്നുള്ളതാണ്. ഒരു ചെറിയൊരു കഥ പറയാം ഭാഷയെ പറ്റി പറഞ്ഞപ്പോൾ. ഒരിക്കൽ ബീർബൽ വിദൂഷകനായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ ഒരു പണ്ഡിതൻ വന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു, അയാൾ പല ഭാഷയിലും മാറി മാറി സംസാരിക്കുകയാണ്. എല്ലാ ഭാഷയിലും മൂപ്പർക്ക് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് അറിയാം. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വളരെ ഫ്ലുവൻ്റ് ആയിട്ട് അറിയാം. അപ്പോൾ ഇതിൻ്റെ പല വേർഷൻസും ഉണ്ട്. എൻ്റെ മാതൃഭാഷ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ മാതൃഭാഷ ആർക്കും പറ്റുന്നില്ല. അവിടുത്തെ പണ്ഡിതന്മാർ നോക്കിയിട്ടൊന്നും മാതൃഭാഷ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവസാനം ബീർബൽ വന്നിട്ട് എന്താക്കി, രാത്രി നാളെ പറയാമെന്ന് പറഞ്ഞു. ഇയാളെ മാതൃഭാഷ നാളെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്ത് ചെയ്തു? കിടന്നുറങ്ങുമ്പോൾ അയാളെ സ്വീപ്പാക്കി പേടിപ്പിച്ചപ്പോൾ അയാൾ ഉറക്ക ഉച്ചത്തിൽ എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു, അയാളുടെ സ്വന്തം മാതൃഭാഷയിൽ. അപ്പം അങ്ങനെ നമ്മൾ വിളിക്കുന്നൊരു ഭാഷ ഉണ്ടല്ലോ, അത് മാനക ഭാഷയിലൊന്നും വിളിക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾ സ്വന്തം ഭാഷയിലായിരിക്കും നമ്മളത് പറയാം. അപ്പോൾ അത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ രണ്ടിന് ഒരു വിവേചനം നമ്മളുടെ പെരുമാറ്റത്തിൽ എപ്പോഴും ഉണ്ടാകുക എന്നുള്ളതാണ്, ഈ ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല. അപ്പോൾ ഏതാനും സമയം കുറേ ആയി തോന്നുന്നു, നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാൻ തോന്നുന്നു. ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അക്കാഡമിക്കിൽ മുസ്ലിം സ്ത്രീകളുടെ സ്ഥാനങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെയും അതിലുള്ള ചാലഞ്ചസിനെയും എടുത്ത് പറയാനാണ് നമ്മൾ ഈ ഒരു സെഷനെ ഉപയോഗപ്പെടുത്തിയിരുന്നത്.
സാറും മാമും ഇഷ്ടംപോലെ അനുഭവങ്ങളും പണ്ടുകാലം മുതലുള്ള ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് അതിനെ ഇമ്പ്രസ് ചെയ്യിപ്പിച്ചു എന്ന് പ്രതീക്ഷിക്കുകയാണ്. കൂടെ ഈ ഒരു ഹെഡിങ് എടുത്ത് നമ്മൾ പറയുന്ന സമയത്ത് അക്കാഡമിക പരിസരങ്ങളിൽ മുസ്ലിം സ്ത്രീ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഓരോ അനിയത്തി കുട്ടികൾക്കും എത്രത്തോളം ഓപ്പർച്യൂണിറ്റി, ഒരു ബാരിയറും ഇല്ല എന്ന എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് നമുക്ക് തന്നെ ചൂണ്ടിക്കാണിച്ചു തന്നു. ഇൻഷാ അല്ലാഹ് ഇനി ഫ്യൂച്ചറിൽ നമ്മൾ ഈ ഒരു ടോപ്പിക് എടുത്ത് പറയുന്ന സമയത്ത് അതിൽ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് നമ്മളുടെ സ്വന്തം മുഖം തന്നെ എത്രത്തോളം ഞാൻ ഇതിലേക്ക് വളർന്നു, ഇതിന് എത്രത്തോളം ചാലഞ്ചസ് ഉണ്ടെങ്കിലും ഈ ഓപ്പർച്യൂണിറ്റീസിനെ ഞാൻ എത്രത്തോളം ഉപയോഗപ്പെടുത്തി എന്ന് സ്വന്തം ലൈഫിലേക്ക് എടുത്ത് നോക്കാൻ നമുക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഇൻഷാ അല്ലാഹ് മോർ പവർ ടു യു ഗേൾസ്. കൂടുതൽ ഇനിയും ഓപ്പർച്യൂണിറ്റീസിനെ യൂസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഈ ഒരു ടോക്കിനെ വൈൻഡപ്പ് ചെയ്യാണ്. നൂറ മാമിനോടും ഷെരീഫ് സാറിനടുത്തും പ്രത്യേകം താങ്ക് യു. Now it's time to express our sincere gratitude to our esteemed guest. I invite the founder and CEO of Zaytun International Girls Campus, Moin Sir, to give out the memento. Noora Vallila, our panelist. Our moderator, Farsana Kaliyar. Now let's end this session with 3 salat.